ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന വികസനപരമായ കാഴ്ചപ്പാടുകൾ പങ്കുവെക്കുന്നതിനും അതോടൊപ്പം തന്നെ ഈ നിയമസഭാ മണ്ഡലത്തിനകത്ത് വികസന മുരടിപ്പുകളെ സംബന്ധിച്ച് ജനങ്ങൾക്കിടയിലേക്ക് കൃത്യമായി പങ്കുവെക്കുന്നതിന് വേണ്ടി കൂടിയിട്ടാണ് ഈ കോൺക്ലേവ് സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. കേരളത്തിൻ്റെ മുക്കിലും മൂലയിലും വികസനം എത്തിച്ചു എന്നുള്ളതാണ് ഇന്ന് സർക്കാർ അവകാശപ്പെടുന്നത്. കൊടുങ്ങല്ലൂരിൽ അത് എത്രത്തോളം പച്ചയായ കള്ളമാണ് എന്ന് ബോധ്യപ്പെടുന്നതിന് വേണ്ടി നമ്മുടെ നിലവിലുള്ള യാഥാർത്ഥ്യങ്ങളിലേക്ക് നമുക്കൊന്ന് കടന്നു പോകാം. കൊടുങ്ങല്ലൂരിനെ സംബന്ധിച്ച് കഴിഞ്ഞ 10 വർഷക്കാലം എന്ന് പറയുന്നത് അത് പാഴായ 10 വർഷങ്ങളാണ്. UDFൻ്റെ കാലഘട്ടത്തിൽ കോടികൾ ചെലവഴിച്ചു കൊണ്ടുവന്ന പദ്ധതികൾ പലതും ഇന്ന് നോക്കുകുത്തികളായി നിൽക്കുകയാണ്. നമ്മുടെ നികുതി പണമാണ് ആസൂത്രണമില്ലായ്മ കൊണ്ട് ഇതുപോലെ വെള്ളത്തിലായത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ്. ഈ യാഥാർത്ഥ്യങ്ങളെ സാധൂകരിക്കുന്ന വസ്തുതകൾ നിരത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ പ്രസൻറ്റേഷനാണ്. ആ വീഡിയോ പ്രസൻറ്റേഷനിലേക്കാണ് ആദ്യമേ തന്നെ കിടക്കുന്നത്. ആ വീഡിയോ ഒന്ന് പ്ലേ ചെയ്യാം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് 5-8 വർഷമായി ഇതൊരു ചത്ത പോലെയായി. കാരണം 16 ബോട്ടുകളുടെ സർവീസ് നടത്തിയതിൽ ഇപ്പോൾ ആകെ 2 ബോട്ട് മാത്രമേ ഉള്ളൂ. അവിടെ ചെന്ന് നോക്കിയാൽ അറിയാം, അവിടെയുള്ള പണിക്കാർ ഒരു പണിയില്ല, വെറുതെ അവിടെ ഇരിക്കാം. തൊട്ടപ്പുറത്ത് കാണുന്ന പോർച്ചുഗീസ് ഹോട്ടൽ, ഇത് ഏതാണ്ട് ഇപ്പോൾ 1.5 കൊല്ലത്തോളമായി ആ നടുവിൽ കാണുന്നത്. ലേലം വിളിച്ചെടുക്കാൻ ആയിരക്കണക്കിന് ആൾക്കാരുണ്ട്. പക്ഷേ അതിനുവേണ്ടി റിസ്ക് എടുക്കുവാനോ മെനക്കെടുവാനോ ഇവിടെ ആരുമില്ല. അതും അങ്ങനെ തന്നെ കിടക്കുകയാണ്. അപ്പോൾ ഇത് ജനങ്ങൾ വരുന്നു, ജനങ്ങൾ ആസ്വദിച്ച് പോകുന്നതല്ലാണ്ട് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് 10 വർഷമായിട്ട് 10 പൈസ ഇതിനു വേണ്ടി ഇവിടെ ഒരു കാര്യത്തിനും തുറന്ന പുസ്തകം പോലുണ്ട്. എന്നെ കേൾക്കുന്നവരുണ്ട്, കാണുന്നവർ, ഇതെല്ലാം ഉണ്ട്. 10 പൈസ ഇതിൻ്റെ വികസനത്തിന് വേണ്ടിയോ ഇതിൻ്റെ ഒരു അഭിരുചി ഒന്നും ചെയ്യില്ല. ഒരു മെയിൻ്റനൻസ് പോലും ഇല്ല. ഇതിങ്ങനെ അന്നുണ്ടായതിൻ്റെ ഇത് നശിച്ചുകൊണ്ടേയിരിക്കുന്നു. ബോട്ടുകളില്ലാതായിക്കൊണ്ടിരിക്കുന്നു, ഹോട്ടലുകൾ നശിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് മെയിൻ്റനൻസ് ഇല്ല. ഈ കപ്പേള തന്നെ ഇത് മുസ്ലിംസിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാക്കിയതാണ്. മെയിൻ്റനൻസ് നടത്താമെന്ന് പറയുന്നത്, അതും മെയിൻ്റനൻസ് നടത്തുന്നില്ല. മാർക്കറ്റിലുള്ള മുഴുവൻ പദ്ധതികളും, അതായത് ഓടിട്ട് നവീകരിച്ചതും ഒന്നും മെയിൻ്റനൻസ് നടക്കാതെ എല്ലാം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു നാദരില്ല കളി വട്ടക്കളി എന്ന് പറഞ്ഞുകൊണ്ട് ഇത് നോക്കാനോ ഇവിടെ MLAക്കോ ഇവിടെ ഭരണകൂടത്തിനോ ആർക്കും ഒരു താല്പര്യമില്ല. കൊടുങ്ങല്ലൂരിൻ്റെ വികസന ചരിത്രത്തിൽ തങ്കലിപികളാൽ എഴുതപ്പെടേണ്ട ഒന്നായിരുന്ന മുസരിസ് പൈതൃക പദ്ധതിയുടെ ഒരു അവശേഷിപ്പാണ് ഇപ്പോൾ നമ്മളിതിൽ കണ്ടത്. 10 വർഷം പിന്നിടുമ്പോഴുള്ള അവസ്ഥ ഇപ്പോൾ പുറകിൽ കണ്ടതുപോലെയാണ്. നമ്മുടെ സാംസ്കാരികമായ ശേഷിപ്പുകൾ ഓരോന്നോരോന്നായി തകരുമ്പോഴും 10 വർഷക്കാലമായി മണ്ഡലം ഭരിക്കുന്ന MLA പുലർത്തിയ ഈ മഹാമൗനം, അത് ആരാണ് അതിന് ഉത്തരവാദിത്വം പറയേണ്ടത്? അത് ചോദ്യം ചെയ്യപ്പെടേണ്ടതല്ലേ എന്നുള്ളതാണ് നമ്മുടെ പ്രധാനപ്പെട്ട കാര്യം. ലോകം ഉറ്റുനോക്കിയ മുസ്ലിംസ് പൈതൃക പദ്ധതി എങ്ങനെയാണ് ഈ തരത്തിലായത് എന്നുള്ളത് നമുക്ക് പരിശോധിക്കേണ്ടതാണ്. മുസ്ലിംസ് പൈതൃക പദ്ധതിയുടെ ഒരു ദയനീയമായ ചിത്രമാണ് ഇവിടെ തൊട്ട് മുമ്പ് നമ്മൾ കണ്ടത്. കാവൽക്കടവിലെ മുസ്ലിംസിൻ്റെ ബസ് സ്റ്റാൻഡ് 3 കോടി രൂപയാണ് ഇവിടെ അതിൻ്റെ ഭാഗമായി വെള്ളത്തിലായിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. നഗരസഭയുടെ 3 ഏക്കർ ഭൂമി വിട്ടുകൊടുത്ത് അതിൻ്റെ ഭാഗമായി അവിടെ മുസ്ലിംസിൻ്റെ പദ്ധതിയുടെ ഭാഗമായി പണിത് പൂർത്തീകരിക്കപ്പെട്ട ആ ബസ് സ്റ്റാൻഡ് 2 തവണയാണ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. 10 വർഷക്കാലമായി ഏതൊരു സ്മാരക പ്രതീകം പോലെ അതങ്ങനെ അവിടെ കിടക്കുകയാണ്. ഇന്നതൊരു തെരുവ് നായ്ക്കളുടെയും സാമൂഹ്യ വിരുദ്ധരുടെയും ഒരു താവളമാണ്. അധികൃതരുടെ അനാസ്ഥയിൽ നശിച്ചുപോയ ആ വികസന സ്വപ്നം അതുകൂടി നമുക്കൊന്ന് കാണാം. അറൈവൽ സെൻറ്ററിന് വേണ്ടി നഗരസഭ വിട്ടുകൊടുത്തതാണ് സ്ഥലം. അപ്പോൾ അറൈവൽ സെൻറ്റർ വന്നു കഴിഞ്ഞപ്പോൾ ബാക്കിയുള്ള ഭാഗത്ത് മുസ്ലിംസ് പൈതൃക പദ്ധതി തന്നെ നഗരസഭയ്ക്ക് ബസ് സ്റ്റാൻഡ് പണിത് കൊടുത്തു. 2 ഉദ്ഘാടനം ആ ബസ് സ്റ്റാൻഡിൽ നടത്തി. ബഹുമാനപ്പെട്ട MLA വേറൊരു പരിപാടിയിൽ എല്ലാം ഉണ്ടാക്കിയിട്ടൊക്കെയാണ് ഉദ്ഘാടനം ചെയ്ത് 2 പ്രാവശ്യം ഉദ്ഘാടനം. സമയമുള്ള വണ്ടികൾക്ക് ഇവിടെ വരുന്ന പാർക്ക് ചെയ്യാമല്ലാതെ ഇതുകൊണ്ട് വേറൊരു ഉപകാരം ഉണ്ടെന്ന് തോന്നുന്നില്ല. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ മുസ്ലിംസിൻ്റെ ബിൽഡിംഗ് അതും വെറുതെ കിടക്കണം. അതും ഒന്ന് പ്രവർത്തനക്ഷമമായിട്ട് അതിനുള്ളിൽ എന്തെങ്കിലും ചെയ്യാമെന്നുണ്ടെങ്കിൽ, ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് എന്തെങ്കിലും ചെയ്യാമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഉപകാരമായിരിക്കും. പിന്നെ ജനങ്ങളും ഇവിടെ എത്തിപ്പെടും. ഈ ടോയ്ലറ്റ് ആയാലും അതിനുള്ള സൗകര്യങ്ങൾ ചില സമയത്ത് കുഴപ്പമുണ്ടാവില്ല. ചില സമയത്ത് നമുക്ക് അതിനുള്ള സൗകര്യങ്ങൾ വരെ ഇല്ല. വെറുതെ ഇവിടെ ഈ പ്രാവ് കാഷ്ടിച്ചിട്ടേക്കണ്ടില്ലേ, ഇത് മുഴുവൻ ഇങ്ങനെ വെറുതെ വൃത്തികേടായി അലങ്കോലായി പോവാം. അവിടെ ശവപ്പെട്ടിയാന്ന് തോന്നുന്നത്, അത് മറ്റേ പുറത്തുനിന്ന് മരിച്ചിട്ട് കൊണ്ടുവരും ഫ്ലൈറ്റിലൊക്കെ വരുന്ന ആ ബോക്സന്മാർ 2 വെച്ചേക്കുന്നത്. അത് ഇവിടെ അവർക്കൊക്കെ ആരെങ്കിലും വന്നായിരിക്കാൻ വേണ്ടി നാട്ടുകാർ ചെയ്ത് വെച്ച് കൊടുത്തേക്കുന്നതാണ്. ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അവരൊന്നും ഇരുന്നോട്ടെ, തലകറങ്ങണമെങ്കിൽ വന്നിരുന്നോട്ടെ എന്ന് വിചാരിച്ചു വരുന്നു. രാത്രി ആരും ഉണ്ടാവില്ല, നമ്മളെ വണ്ടികൾ വരെ ഉണ്ടാവില്ല. ഇതിനുള്ളിൽ ലൈറ്റുകളൊന്നും കത്താനാ പ്രവർത്തിക്കൊന്നുമില്ല, വെളിച്ചുണ്ടാവില്ല.
കൊടുങ്ങല്ലൂരിൻ്റെ വികസന ഭൂപടത്തിൽ വിപ്ലവകരമായൊരു മാറ്റം വരുത്തുമെന്ന് നമ്മളെല്ലാം പ്രതീക്ഷിച്ച 2011 മുതൽ 16 വരെയുള്ള കാലഘട്ടത്തിനിടയിൽ മുസ്ലിസിൻ്റെ പേരിൽ കൊണ്ടുവന്ന ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതിയാണ് ഇവിടെ ഒരു ജലഗതാഗത പദ്ധതി കൊണ്ടുവന്നത്. കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചിട്ടാണ് ആ പദ്ധതി കൊണ്ടുവന്നത്. ബോട്ട് ജെട്ടികളെല്ലാം ഇന്ന് അതിൻ്റെ ബോട്ട് ജെട്ടികളെല്ലാം അനാഥമായി കിടക്കുന്നു. ബോട്ടുകളില്ലാത്ത സാഹചര്യമാണുള്ളത്. സഞ്ചാരികൾക്ക് പകരം അവിടെ മദ്യപന്മാരും മറ്റ് സാമൂഹ്യ വിരുദ്ധരും എല്ലാം തന്നെ കേന്ദ്രീകരിക്കുന്ന ഒരു പ്രദേശമായി മാറുന്നു. നാടിൻ്റെ തൊഴിൽ സാധ്യതകളും വ്യാപാര മേഖലയും ടൂറിസം സാധ്യതകളും എല്ലാം തകർത്തെറിഞ്ഞ വികസന വിരുദ്ധതയുടെ പുറകിലെ ഒരു യാഥാർത്ഥ്യ കാഴ്ച ഇന്നിവിടെ മറ്റൊന്ന് വീഡിയോയിൽ കൂടെ നമുക്ക് കാണാം. ഇന്ന് കാറ്റേറ്റിരിക്കേണ്ട കായൽ തീരങ്ങൾ മുഴുവൻ കാട് കയറി നശിക്കുന്ന കാഴ്ചയാണ് അതിലൂടെ നമുക്ക് വ്യക്തമാക്കപ്പെടുന്നത്. മൂന്നാമത്തെ വീഡിയോ കൂടി ഒന്ന് പ്ലേ ചെയ്യണം. ഈ പറഞ്ഞ ബോട്ട് വന്ന് കണ്ടിട്ടൊന്നുമില്ലേ? ആരെങ്കിലും ഫുഡ് കഴിക്കാനും ഈ ഓഫീസ് ജോലിക്കാർ ഇങ്ങനെ ലോങ് ടൈം നടക്കുന്ന ആൾക്ക് ഫുഡ് കഴിക്കാനും ചൂണ്ടിടാനും ആ സെറ്റപ്പ്. അതിന് കുറച്ച് നേരമൊക്കെ വന്നിരിക്കും, കാറ്റുള്ളൂ, ഇങ്ങനെ തിരിച്ച് റിട്ടേൺ പോകുന്നു, വീട്ടിൽ പോകും. പ്രത്യേകിച്ച് ഇവിടെ ആരും വരാറും എന്നുള്ള ഇതൊന്നും ഇല്ല കണ്ടിട്ടൊന്നും. പിന്നെ പോലീസുകാരെ ഇടയ്ക്കുന്നതായിരിക്കും വരും ചെക്ക് ചെയ്യും പോകാൻ തന്നെ. ബോട്ട് എടുക്കാതായിട്ട് പറഞ്ഞു കേട്ടിട്ടുണ്ടാണ്. ഇതുവരെ ഞാൻ ബോട്ട് കണ്ടിട്ടില്ല ഇവിടെ, ഞാൻ കണ്ടിട്ടൊന്നുമില്ല. ആകെയുള്ളൊരു വഞ്ചി ഇവിടെ പറഞ്ഞ കിടക്കുന്നുണ്ട്. അല്ലാണ്ട് പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു സംഭവം ഒന്നും ഇവിടെ ഉണ്ടോ അതിലൊന്നും നമുക്കറിയില്ല. ഒരു 5 വരാലത്തൊരു എനിക്കൊരു പരിചയമുണ്ട് ഇവിടെ. ഇനി നമ്മുടെ മാളയിലെ കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റിയിലെ ചില കാഴ്ചകളാണ് മുസ്ലിസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കണ്ടത്. ഇനി മാള ഗ്രാമപഞ്ചായത്തിനകത്തെ മറ്റൊരു പ്രധാനപ്പെട്ട കാഴ്ച, മനുഷ്യൻ്റെ പ്രാഥമികമായ ആവശ്യത്തിന് നമ്മളെല്ലാം ആശ്രയിക്കുന്ന ശുദ്ധജലം, അതിനുവേണ്ടി ഇന്ന് സമരം ചെയ്യേണ്ടി വരുന്ന ഒരു കാലമാണ് ഇന്നത്തെ കാലം എന്ന് പറയുന്നത്. മാളയുടെ ജീവനാഡിയാണ് മാളച്ചാൽ എന്ന് പറയുന്നത്. ആ മാളച്ചാൽ ഇന്ന് ഉപ്പുവെള്ളം കയറി നശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുകയാണ്. വർഷങ്ങൾക്ക് മുമ്പ് UDFൻ്റെ സർക്കാരിൻ്റെ കാലത്ത് നബാർഡ് വഴി 11 കോടി രൂപയുടെ ഒരു മാസ്റ്റർ പ്ലാൻ ഇതിനു വേണ്ടി തയ്യാറാക്കുകയും എന്നാൽ നിർഭാഗ്യവശാൽ നമ്മുടെ MLAയുടെയും മറ്റ് ഭരണ സംവിധാനങ്ങളുടെയും അനാസ്ഥ മൂലം ആ കോടികളുടെ പദ്ധതി നമുക്ക് അട്ടിമറിക്കപ്പെടുകയും നഷ്ടപ്പെടുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായി. ഇന്ന് മാളച്ചാലിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് മാരകമായ അളവിൽ ലവണാംശം കടന്നു വരികയും നമ്മുടെ ശുദ്ധജല സ്രോതസ്സുകളിലേക്ക് അത് പടർന്നു വരികയും സ്വന്തം നാട്ടുകാർ ഉൾപ്പെടെ ഉപ്പുവെള്ളവും കുടിക്കാനുള്ള വെള്ളത്തിൽ ഉപ്പ് കലർന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടും അവിടെയെല്ലാം ഇവരൊക്കെ പുലർത്തിയ നിസ്സംഗത, ആ നിസ്സംഗതയുടെ ഭാഗമായി പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരു ജനത ഇന്ന് മാളക്കകത്തുണ്ട്. ആ ഭരണകൂട നിസ്സംഗതയുടെ ഒരു നേർക്കാഴ്ച കൂടി നമുക്ക് കാണാം. മാളച്ചാൽ എന്ന് പറയുന്ന സുന്ദരമായ ഒരു സ്ഥലമാണ്. ഇത് ഏകദേശം 1 കിലോമീറ്ററോളം നീണ്ടു നിൽക്കുന്ന ഒരു നല്ല ശുദ്ധജല തടാകം ആയിട്ട് ഉപയോഗിക്കുന്ന സ്ഥലമാണ്. ഇതിൻ്റെ തൊട്ടപ്പുറത്ത് ഉപ്പുവെള്ളം കയറുന്ന അവസ്ഥയുണ്ട്. മാളക്കടവ് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഉപ്പുവെള്ളം കയറും. അപ്പോൾ കാലാകാലങ്ങളായിട്ടൊരു ബണ്ട് കെട്ടിയിട്ടാണ് സംരക്ഷിക്കുക. ഇത് TN പ്രതാപൻ MLA ആയിരിക്കുന്ന കാലഘട്ടത്തിൽ, അതായത് 10 വർഷം മുന്നേ ഇത് സ്ഥിരം സ്ലൂയിസ് എന്ന് പറയുന്ന ഒരു സംവിധാനം കൊണ്ടുവരുവാനും അതോടൊപ്പം മാളച്ചാലിലെ നിങ്ങൾക്ക് കാണാം, ഇവിടെ തൊട്ടടുത്ത് കാണുന്ന സ്ഥലത്ത് 5 പെഡൽ ബോട്ടും ഒരു ബോട്ടിംഗ് യാർഡും അതോടൊപ്പം തന്നെ ഒരു ഫുഡ് കോർട്ടുമായിട്ടുള്ള ഒരു സംവിധാനം ഇതിൻ്റെ അടുത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് നടത്തിയിരുന്നു. ഏകദേശം 4 വർഷത്തോളം അത് വളരെ ഭംഗിയായിട്ട് പോയി. പക്ഷേ കഴിഞ്ഞ ഈ 10 വർഷക്കാലത്ത് ഉണ്ടായ സമയത്ത് ഏകദേശം ഭരണത്തിൻ്റെ ആ 2 വർഷം മുന്നോട്ട് പോയി. പിന്നീടുള്ള കാലങ്ങളിൽ ഇതിനു വേണ്ടിയുള്ള ഒരു സംവിധാനങ്ങളും ഇപ്പോഴത്തെ MLAയോ ഈ സർക്കാർ ചെയ്തില്ല. വെള്ളം കയറി അവിടെ നിന്ന് വന്നു കഴിഞ്ഞാൽ ഈ കാണുന്ന പ്രദേശം മുഴുവനുള്ള ഇതൊക്കെ കൃഷി ഭൂമികളാണല്ലോ, കൃഷി മുഴുവൻ നശിച്ചു പോകും. ഇതിൽ നിന്ന് ഒട്ടനവധി ലിഫ്റ്റ് ഇറിഗേഷനുകൾ വർക്ക് ചെയ്യുന്നുണ്ട്. ലിഫ്റ്റ് ഇറിഗേഷനുകളിലേക്ക് ഉപ്പുവെള്ളം, ജാതി, അതോടൊപ്പം തന്നെ ആളുകളുടെ കിണറുകളിലേക്കൊക്കെ ഉപ്പുവെള്ളം എത്തുന്നൊരവസ്ഥയാണ്. കുടിവെള്ളം വരെ പ്രശ്നത്തിലാവും. അപ്പോൾ വലിയ കുടിവെള്ളം, വേനൽക്കാലത്ത് കുടിവെള്ളത്തിൻ്റെ പ്രശ്നമുള്ളൊരു സ്ഥലമാണ് മാളയും ഈ കാണുന്ന പ്രദേശം. അതെല്ലാം താറുമാറാവുന്ന രീതിയിലേക്ക് ആണ് ഇപ്പോഴത്തെ അവസ്ഥ. സൗഹൃദ തീരം എന്ന പദ്ധതി ഇട്ടുകൊണ്ടാണ് ഇത് ആരംഭിച്ചത്. ഇന്ന് ജില്ലാ പഞ്ചായത്തിൻ്റെ കൊണ്ടുവന്ന് അവിടെ നിന്ന് കുറച്ച് സൈഡൊക്കെ കെട്ടി പിന്നീട് അത് നബാർഡിൻ്റെ സ്കീമായിട്ട് നമുക്ക് നബാർഡിൽ നിന്ന് ഫണ്ട് അനുവദിച്ചുകൊണ്ടുള്ളൊരു പ്രവൃത്തി കഴിഞ്ഞ 5 വർഷക്കാലം മുന്നേ വന്നിരുന്നെങ്കിലും അതും ഇദ്ദേഹം യാതൊരു തരത്തിൽ അതിനെ മൈൻഡ് ചെയ്തില്ല. ആ പദ്ധതി നഷ്ടപ്പെട്ടു പോയി. വലിയൊരു പദ്ധതി വന്നാണ് 11.5 കോടി രൂപയുടെ സൈഡൊക്കെ കെട്ടി വളരെ ഭംഗിയായ രീതിയിൽ 2 സൈഡിലും ആളുകൾക്ക് നടന്നു പോകാനുള്ള അവസ്ഥയൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു പദ്ധതി ഉണ്ടായതാണ്. അതും MLAയുടെ ഭാഗത്ത് നിന്ന് വലിയ വീഴ്ചയുണ്ടായി. അതിനുവേണ്ടി അദ്ദേഹം തിരിഞ്ഞു നോക്കിയില്ല. മാളച്ചാലിനെ സംബന്ധിച്ചൊരു പരിഹാരം വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ നടപ്പിലാക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. നമ്മളിതിൻ്റെ ഈ പോരായ്മകൾ കാണിക്കുക മാത്രമല്ല, അതിനൊരു പരിഹാരം കൂടി കണ്ടെത്തിക്കൊണ്ട് മുന്നോട്ട് പോകണം എന്നുള്ളതാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്.
മാള, പുത്തഞ്ചിറ, വേളൂക്കര 3 പഞ്ചായത്തുകൾക്ക് ഗുണകരമാകുന്ന രീതിയിൽ നെയ്തക്കുടി, മുട്ടിക്കൽ പാലത്തോട് ചേർന്ന് ഒരു സ്ലൂയിസ് വന്നാൽ മാളച്ചാലിലെ വെള്ളം ഷിഫ്റ്റ് ചെയ്ത് മാളക്കുളത്തിലേക്ക് എത്തിക്കാനും അവിടെ നിന്ന് നെയ്തക്കുടി വരെ ലെവൽ കീപ്പ് ചെയ്തു പോകാനും മാളയിലെ വെള്ളത്തിൻ്റെ ശുദ്ധജലത്തിൻ്റെ സ്രോതസ്സ് നിലനിർത്താനും കൃഷിക്ക് സഹായകരമാകുന്ന രീതിയിൽ അതോടൊപ്പം തന്നെ കിണറുകളിലെ ഉപ്പുവെള്ളത്തിൻ്റെ സാന്നിധ്യം കുറയ്ക്കാനുമൊക്കെ നമുക്ക് സാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അത്തരത്തിലൊരു പദ്ധതി മാത്രം കൊണ്ടുവന്നാൽ മാത്രം മതി മാളയിലെ ശുദ്ധജലത്തിൻ്റെ സാന്നിധ്യം നിലനിർത്തുവാനും അതോടൊപ്പം തന്നെ ഉപ്പുവെള്ളം ഒഴിവാക്കാനും നല്ല കുടിവെള്ളം ലഭ്യമാകാനും നല്ല വെള്ളം അവിടെയുള്ള ആളുകൾക്ക് ലഭ്യമാക്കുന്ന ഒരു പദ്ധതി കൊണ്ടുവരാൻ വേണ്ടി കഴിഞ്ഞ 10 വർഷക്കാലത്തിനിടയിൽ യാതൊരുവിധ പ്രവർത്തികളും ഉണ്ടായില്ല എന്നുള്ളത് കൊണ്ടാണ് ഇന്നും ഇത്തരത്തിലൊരു പ്രയാസം നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. അപ്പോൾ അതിന് പരിഹാരമുണ്ട് നമ്മുടെ കയ്യിൽ. നമ്മളിതിങ്ങനെ വീഡിയോകൾ കാണിക്കുക മാത്രമല്ല, നമ്മളെ സംബന്ധിച്ചത് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ സാധിച്ചാൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ സംബന്ധിച്ച് വളരെ സമയബന്ധിതമായി നമുക്ക് തീർക്കാൻ സാധിക്കുന്ന പരിഹാരങ്ങളും നമ്മുടെ പക്ഷത്തിലുണ്ട് എന്നുള്ളത് സൂചിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ പുത്തഞ്ചിറ പഞ്ചായത്തിൽ ലീഡർ ശ്രീ കെ കരുണാകരൻ്റെ കാലഘട്ടത്തിൽ കൊണ്ടുവരാൻ ശ്രമിച്ചതും പിന്നീട് പല ഘട്ടങ്ങളിലും മുടങ്ങിപ്പോയതും എന്നാൽ തന്നെയും പിന്നീട് ഇന്ന് യാഥാർത്ഥ്യമായി നിൽക്കുകയും ചെയ്യുന്ന ഒന്നാണ് പുത്തഞ്ചിറയിലെ സ്പിന്നിംഗ് മില്ല്. അതിന്ന് കെ കരുണാകരൻ മെമ്മോറിയൽ സ്പിന്നിംഗ് മില്ല് എന്നാണ് അറിയപ്പെടുന്നത്. 2011 മുതൽ 16 വരെ UDF സർക്കാർ അധികാരത്തിലേക്ക് വന്ന ഘട്ടത്തിൽ ശ്രീ TN പ്രതാപൻ MLA ആയിരുന്ന കാലഘട്ടത്തിൽ ശ്രീ TU രാധാകൃഷ്ണൻ ചെയർമാനായി സ്പിന്നിംഗ് മില്ലിൻ്റെ കമ്മിറ്റിയുടെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോവുകയും അതിൻ്റെ 8 കോടി രൂപ അനുവദിക്കുകയും അതിൻ്റെ ഭാഗമായ പ്രവർത്തനങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോയി സ്പിന്നിംഗ് മില്ല് ഫംഗ്ഷനാകുകയും ഇന്ന് 60ഓളം തൊഴിലാളികൾ അവിടെ ജോലി ചെയ്യുകയും അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ മുന്നോട്ട് പോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഈ മില്ലിൻ്റെ വികസനം പക്ഷേ പൂർണ്ണമായി സ്തംഭിച്ചിരിക്കുകയാണ്. റണ്ണിംഗ് ആണ് സ്ഥാപനം. ആ സ്ഥാപനം പൂട്ടപ്പെട്ടു പോയിട്ടില്ല, അല്ലെങ്കിൽ മറ്റ് സ്ഥാപനങ്ങളെ പോലെ പൂട്ടിക്കിടക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. പക്ഷേ ആ സ്ഥാപനത്തിൻ്റെ ഘട്ടം ഘട്ടമായ വികസന പ്രവർത്തനങ്ങൾ നിലച്ചുപോയി എന്നുള്ളൊരു വസ്തുത നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. ആ സ്പിന്നിംഗ് മില്ലുമായി ബന്ധപ്പെട്ട് അതിൻ്റെ വികസന വഴിയിൽ ഇടറി വീണുപോയ ആ സ്പിന്നിംഗ് മില്ലിൻ്റെ യാത്ര അതുകൂടി നമുക്കൊന്ന് കാണാം. നമ്മുടെ ബഹുമാന്യനായ ലീഡർ ശ്രീ കെ കരുണാകരൻ്റെ ഒരു സ്വപ്നമാണ് ഈ കാണുന്ന കെ കരുണാകരൻ മെമ്മോറിയൽ സ്പിന്നിംഗ് മില്ല്. 1994 അന്ന് ലീഡർ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ശ്രീ PK കുഞ്ഞാലിക്കുട്ടി വ്യവസായ വകുപ്പ് മന്ത്രി ആയിരിക്കുമ്പോഴാണ് ഈ ആശയം കൊണ്ടുവന്ന് ഇവിടെ ഇങ്ങനെ ഒരു പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. ഇപ്പോൾ ഏതാണ്ട് 3 ഷിഫ്റ്റുകളിലായി 60-65ഓളം തൊഴിലാളികൾ ഇവിടെ ജോലി ചെയ്യുകയാണ്. പ്രതിമാസം 40,000 കിലോ നൂല് ഇവിടെ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ആഴ്ചയിൽ ഒരു ലോഡ് വീതം ഇവിടെ നിന്ന് മറ്റു സംസ്ഥാനങ്ങളിലേക്ക് കയറ്റിയെടുക്കുന്ന ഒരു വലിയ വ്യവസായ സ്ഥാപനമാണ് ഈ പുത്തഞ്ചിറയുടെ നട്ടെല്ല് എന്ന് പറയുന്ന ഈ സ്പിന്നിംഗ് മിൽ. കഴിഞ്ഞ 10 വർഷമായി ഇവിടെ നിരവധിയായിട്ടുള്ള പോരായ്മകൾ ഇവിടെ നിലനിൽക്കുകയാണ്. സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് കൃത്യമായൊരു ഇടപെടലുകൾ ഉണ്ടായാൽ തീർച്ചയായും ആധുനികതയെ കൂടി ഉപയോഗിച്ചുകൊണ്ട് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ പറ്റുന്ന ഒരു വ്യവസായ സ്ഥാപനമാണിത്. ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിൻ്റെ കാലത്ത് 8 കോടി രൂപ അനുവദിച്ച് ഈ സ്ഥാപനം തുടങ്ങിയതിന് ശേഷം സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ധനസഹായം ലഭിച്ചിട്ടില്ല. ഇത് കൃത്യമായി ഇതിൻ്റെ മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇടപെടലുകൾ നടത്തിയാൽ ഈ പ്രദേശത്തടക്കം നിരവധി തൊഴിലവസരങ്ങൾ, നിരവധി ആളുകൾക്ക് തൊഴിൽ കൊടുക്കാവുന്ന ഒരു സംരംഭമാണ്. അങ്ങനെ ഒരു പ്രതീക്ഷയോടുകൂടി തന്നെയാണ് UDFൻ്റെ ഗവൺമെൻറ് ഈ സ്ഥാപനം ഇവിടെ തുടക്കം കുറിച്ചത്. UDFൻ്റെ MLA വന്നാൽ കുറെ കൂടി ഇതിന് പ്രായോഗികമായി ഇതിൻ്റെ വശങ്ങൾ പഠിച്ചുകൊണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ച സോളാർ സംവിധാനങ്ങളടക്കം കൊണ്ടുവന്നാൽ ഇതൊരു വലിയ വ്യവസായ സ്ഥാപനമായി ഇതിന് ഉയർത്താൻ കഴിയും. ഇപ്പോൾ ഉള്ളതിനേക്കാൾ നല്ല രീതിയിൽ കുറേയധികം ആളുകൾക്ക് തൊഴിൽ ലഭിക്കുന്ന സാധ്യതയുള്ള ഒരു സ്ഥാപനമായി ഇത് വളർത്താൻ സാധിക്കുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ ശുഭപ്രതീക്ഷ. തീർച്ചയായും അതിൽ പറയുന്നത് പോലെ തന്നെ വളരെ ചുരുങ്ങിയ ഒരു ഇടപെടൽ മാത്രം മതി സ്പിന്നിംഗ് മില്ലിനെ വികസനത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി. ഞാൻ വളരെ ആത്മാർത്ഥമായി തന്നെ പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. ഒരു അവസരം ലഭിച്ചാൽ തീർച്ചയായും പുത്തഞ്ചിറയിലെ കുറച്ചധികം ആളുകൾക്കെങ്കിലും ഒരു തൊഴിലവസരമായി ലഭിച്ച സ്പിന്നിംഗ് മില്ലിൻ്റെ വികസനത്തിന് വേണ്ടുന്ന പ്രവർത്തനങ്ങൾ നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകും. അവിടെ ഒരു സോളാർ സംവിധാനം ഉൾപ്പെടെ ഏർപ്പെടുത്തുന്നതിന്, അവിടെയുള്ള തൊഴിലാളികളുടെ തൊഴിൽ സംരക്ഷിക്കപ്പെടുന്നതിന് ഒരു സഹകരണ സ്ഥാപനമായി നിലനിൽക്കുന്ന ആ സ്ഥാപനത്തെ വികസനത്തിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നതിൻ്റെ ഭാഗമായ ഇടപെടൽ നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകുമെന്ന് കൂടി സൂചിപ്പിക്കുകയാണ്. പൊയ്യ പഞ്ചായത്തിനകത്ത് ഒരു ചക്ക ഫാക്ടറി ഉണ്ടായിരുന്നു. ആ ചക്ക ഫാക്ടറി അത് ശ്രീ കൃഷ്ണൻ കണിയാമ്പറമ്പിൽ മന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ, ശ്രീ VK രാജൻ മാളയിൽ നിന്ന് MLA ആയിരുന്ന കാലഘട്ടത്തിലൊക്കെ തുടക്കം കുറിച്ച് വന്ന ഒരു പ്രൊജക്ടിൻ്റെ ഒരു തുടർ പരിപാടിയുടെ ഭാഗമായിട്ട് വന്നതാണ്. ശ്രീ TN പ്രതാപൻ MLA ആയിരുന്ന ഘട്ടത്തിലാണ് അതിനെ വീണ്ടും ജീവൻ വെപ്പിക്കുന്നതും പൊയ്യ പഞ്ചായത്തിനകത്ത് ആ ചക്ക ഫാക്ടറിയുടെ നിർമ്മാണ പ്രവർത്തനം പൂർത്തീകരിക്കുന്നതും അതിൻ്റെ ഉദ്ഘാടനം പൂർത്തീകരിച്ച് പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതും. ഇന്ന് ആ ചക്ക ഫാക്ടറിയുടെ അവസ്ഥ എന്തെന്നുള്ളത് നമുക്കൊന്ന് കാണേണ്ടതാണ്. നമ്മുടെ പറമ്പുകളിലൊക്കെ വെറുതെ വീണ് നശിക്കുന്ന ചക്കയെ ഒരു കേരള ബ്രാൻഡാക്കി ലോക വിപണിയിൽ എത്തിക്കുന്ന ഒരു ലക്ഷ്യമിട്ടിട്ടാണ് ആ പ്രവർത്തനത്തിന് തുടക്കം കുറിച്ചത്.
നാട്ടുകാർക്ക് നൂറുകണക്കിന് തൊഴിലവസരങ്ങൾ നൽകുന്ന ഒരു പദ്ധതിയായിട്ടാണ് അത് കൊണ്ടുവന്നത്. അത് കുടുംബശ്രീയിൽ ഉൾപ്പെടെയുള്ള സ്ത്രീകൾക്കാണ് അതിൻ്റെ തൊഴിലവസരങ്ങൾ അവിടെ സാധ്യമാകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്നാൽ ഇന്ന് അത് പൂട്ടിക്കിടക്കുകയാണ്, ആ സ്ഥാപനം തന്നെ പൂട്ടിക്കിടക്കുകയാണ്. മറ്റു പദ്ധതികളെല്ലാം തന്നെ ലീഡറുടെ കാലഘട്ടത്തിൽ കൊണ്ടുവന്നതോ ലീഡറെ എങ്ങനെയൊക്കെ തന്നെ ആര് തന്നെ കൊണ്ടുവന്നാലും ഇടപെട്ടാലും അതിലെല്ലാം ലീഡറുടെ ഒരു അവശേഷിപ്പ് കിടക്കും എന്നുള്ളത് കൊണ്ടാണ് അതിനെ അവജ്ഞയോടുകൂടി തള്ളിക്കളഞ്ഞതെന്ന് വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ ഈ പദ്ധതിയെ സംബന്ധിച്ച് അങ്ങനെ പറയാൻ സാധിക്കില്ലല്ലോ. അപ്പോൾ ലക്ഷക്കണക്കിന് രൂപയുടെ യന്ത്രസാമഗ്രികൾ ഇന്നവിടെ തുരുമ്പെടുത്ത് നശിക്കുകയാണ്. ഇപ്പോൾ സ്വന്തം മണ്ഡലത്തിലെ ഒരു പൊതുമേഖലാ സ്ഥാപനം പൂട്ടിപ്പോവുകയും തൊഴിലാളികൾ പെരുവഴിയിലാവുകയും എന്നിട്ടും അതൊന്ന് തിരിഞ്ഞു നോക്കാൻ പോലും ഒരാളില്ലാതെ വരുന്ന ഒരു സാഹചര്യം, നമുക്കൊരു ജനപ്രതിനിധി ഇല്ലാതെ വരുന്ന ഒരു സാഹചര്യം, ആ അവസ്ഥ ഇനി ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് സൂചിപ്പിക്കാനായിട്ടുള്ളത്. അതിൻ്റെ പൂപ്പത്തിൽ നിന്നുള്ള ആ കാഴ്ചകൾ കൂടി ഒന്ന് കാണാം. ഈ പ്രദേശത്തുള്ള പൊയ്യ പഞ്ചായത്തിലെ കുടുംബശ്രീ അംഗങ്ങൾക്കും അതുപോലെ തൊഴിലില്ലാത്തവർക്ക് തൊഴിൽ കൊടുക്കുക, അതുപോലെ ചക്ക കൊണ്ട് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുക എന്ന നല്ല ഉദ്ദേശത്തോടു കൂടി കൊണ്ടുവന്നൊരു പദ്ധതിയാണ്. പിന്നെ 15 കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ LDFിൻ്റെ ഒരു MLA ആണ് വന്നത്, VR സുനിൽകുമാർ. ആൾ വന്നതിന് ശേഷം ഈ ഭാഗത്തേക്കൊന്ന് തിരിഞ്ഞു നോക്കുകയോ അതിൻ്റെ വികസന പ്രവർത്തനങ്ങളൊന്നും നടക്കുകയോ ഉണ്ടായില്ല. ഇങ്ങനൊരു സ്ഥാപനം, അതായത് എനിക്ക് തോന്നുന്നത് കേരളത്തിൽ തന്നെ ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ ഒരു സ്ഥാപനമാണ് ചക്ക കൊണ്ടുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ ഒരു ഫാക്ടറി. അതായത് ഈ പൊയ്യ ഗ്രാമപഞ്ചായത്തിലെ കുടുംബശ്രീ അംഗങ്ങൾക്ക് മുഴുവൻ ജോലി കിട്ടുമായിരുന്നു. കാരണം നമ്മൾ സ്വന്തമായി തന്നെ നമ്മുടെ വീട്ടുവളപ്പിലെ ചക്കകൾ ശേഖരിക്കുക, അത് ചുള പറിച്ച് കൊടുക്കുക, കിലോ കണക്കിനാണ് പൈസ തരാമെന്നൊക്കെ അന്ന് സമ്മതിച്ചത്. അപ്പോൾ കുറച്ച് ഇതിൻ്റെ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന ആൾക്കാരെ മാത്രം, അവിടെ മിഷനറി പ്രവർത്തിക്കുന്ന ആൾക്കാർ മാത്രം സ്റ്റാഫായിട്ട് വയ്ക്കുക, ബാക്കിയുള്ളവർ പുറത്തുനിന്ന് അവർക്ക് ഒരു ദിവസവേതന അടിസ്ഥാനത്തിൽ അവർക്ക് ജോലി കൊടുക്കുന്ന ഉദ്ദേശത്തോടെ മുന്നോട്ട് പോയത്. പക്ഷേ അതിൻ്റെ പ്രവർത്തനങ്ങളൊന്നും നടന്നില്ല. ഇപ്പോഴും കാട് പിടിച്ച് പൂട്ടിക്കിടക്കാണ്. എനിക്ക് തോന്നുന്നത് നമ്മുടെ മുഖ്യമന്ത്രിക്കോ അല്ലെങ്കിൽ ഇതിൻ്റെ വകുപ്പ് മന്ത്രിമാർക്കോ ഇങ്ങനൊരു സ്ഥാപനം ഉള്ളത് പോലും അറിയില്ല എന്നാണ് തോന്നുന്നത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ചക്ക ഫാക്ടറി ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളൊക്കെ തന്നെ വരുന്നത് അല്ലെങ്കിൽ സംവിധാനങ്ങളൊക്കെ വരുന്ന വകുപ്പ് എന്ന് പറയുന്നത് അത് ബഹുമാനായ MLAയുടെ കൂടി പാർട്ടി കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾക്ക് കീഴിൽ കൂടിയാണ് എന്നുള്ളതാണ്. അപ്പോൾ ഒരു പ്രതിപക്ഷ MLA ആയിരുന്നെങ്കിൽ ഈ പറയുന്ന പോരായ്മകളെല്ലാം തന്നെ നമുക്ക് അംഗീകരിക്കാം. ഒരു ഭരണപക്ഷ MLA ആയിരിക്കുകയും സ്വന്തം പാർട്ടിയുടെ തന്നെ നേതൃത്വങ്ങൾ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളിൽ നിന്ന് പോലും ഇതുപോലെ അലംഭാവം ഉണ്ടാവുകയും ആ അലംഭാവത്തിന് മുമ്പിൽ നിശബ്ദരായിരിക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാവുന്നൊരു കാര്യമല്ല. അതുകൊണ്ട് ഒരവസരം കിട്ടിക്കഴിഞ്ഞാൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ ഭാഗമായി നിന്നുകൊണ്ടൊരവസരം വന്നു കഴിഞ്ഞാൽ തീർച്ചയായും പൊയ്യയിൽ പൂട്ടിപ്പോയ ചക്ക ഫാക്ടറി ഈ ജില്ലയ്ക്ക്, ഈ അസംബ്ലിക്കകത്ത് തുറന്ന് പ്രവർത്തിക്കും. അതിൻ്റെ മറ്റെല്ലാ സാധ്യതകളും നമ്മൾ പരിശോധിക്കുകയും അവിടെ തൊഴിൽ നഷ്ടപ്പെട്ടു പോയ ആളുകൾക്ക് ആ തൊഴിൽ വീണ്ടും പുനഃസ്ഥാപിക്കുന്ന ഒരു പ്രവൃത്തി നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകും എന്നുള്ളത് സൂചിപ്പിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. അതുപോലെ മറ്റൊരു പദ്ധതി കുഴൂർ പഞ്ചായത്തിനകത്താണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഓരോ പഞ്ചായത്തുകളുടെയും സാധ്യതകൾക്കനുസരിച്ച് ഓരോ പഞ്ചായത്തുകളിൽ ഓരോ പദ്ധതികൾ കൊണ്ടുവരിക എന്നുള്ളതാണ് ലീഡറുടെ കാലഘട്ടത്തിലുണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വികസന കാഴ്ചപ്പാട്. കുഴൂരിൽ ഒരുപാട് കോഴി കർഷകരുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹം ആളൂരിൽ കാലിത്തീറ്റ ഫാക്ടറി കൊണ്ടുവന്നതുപോലെ തന്നെ സമാനമായ സമയത്ത് തന്നെയാണ് കുഴൂരിൽ കോഴിത്തീറ്റ ഫാക്ടറി കൊണ്ടുവന്നത്. ഇപ്പോൾ അത് കാട് പിടിച്ച് കിടക്കുകയാണ്. അതിൻ്റെ അവസ്ഥ നമ്മളൊന്ന് കണ്ടു നോക്കണം. പക്ഷേ ഇപ്പോൾ ഇത് നാശത്തിൻ്റെ പക്കൽ നശിച്ചു, ഇപ്പോൾ ഒന്നുമില്ല. 1992 ഈ സ്ഥാപനം തുടങ്ങുന്നത്. അന്ന് ലീഡർ ശ്രീ K കരുണാകരൻ ഈ മാള എന്ന് പറയുന്നൊരു നിയോജകമണ്ഡലം ഉണ്ടായിരുന്നു. ഇപ്പോൾ കൊടുങ്ങല്ലൂരാണ്. മാള നിയോജകമണ്ഡലത്തിലെ പ്രതിനിധിയായി മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിലാണ് ഈ സ്ഥാപനം ഇവിടെ തുടങ്ങുന്നത്. ഈ പ്രദേശം, ഈ കുഴൂർ ഗ്രാമപഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ ഒട്ടനവധി ഈ കോഴി കർഷകർ, കോഴി വളർത്തി ഉപജീവനം നടത്തുന്ന ഒട്ടനവധി കർഷകരുടെ ഒരു പ്രദേശമാണ്. ഇപ്പോഴും ധാരാളം പേർ ഈ കോഴി വളർത്തി ഉപജീവനം നടത്തുന്നുണ്ട്. അപ്പോൾ അവർക്കൊരു രക്ഷയായിട്ട് കോഴിത്തീറ്റ ഫാക്ടറി ഇവിടുത്തെ കോൺഗ്രസ് നേതൃത്വം, കോൺഗ്രസിൻ്റെ നേതാക്കന്മാരെല്ലാം അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽ ഇത് പെടുത്തി ആണ് ഈ സ്ഥാപനം ഇവിടെ 92 തുടങ്ങുന്നത്. ഇപ്പോൾ ഭരിക്കുന്നത് ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യം, ഇവിടെ ജനപ്രതിനിധി VR സുനിൽകുമാർ MLA ആണ്. ഇതെല്ലാം ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വകുപ്പാണെന്ന് തോന്നുന്നു, ആ CPIയുടെ വകുപ്പാണെന്ന് തോന്നുന്നു. ഈ ഞങ്ങളിവിടെ ഒട്ടനവധി സമരപരിപാടികളൊക്കെ സംഘടിപ്പിച്ചു, പക്ഷെ ഒന്നും കാര്യമില്ല. ഒട്ടനവധി പേർക്ക് തൊഴിൽ ലഭിക്കുവാനും ഇവിടെ ഈ കോഴി കർഷകർക്കെല്ലാം അതിൻ്റെ തീറ്റ ലഭിക്കുവാനുള്ളൊരു
സംരംഭമായിരുന്നു. അത് നശിച്ചു പോകുന്നതിൽ ഞങ്ങൾക്ക് വളരെ ദുഃഖമുണ്ട്, പ്രയാസമുണ്ട്, പ്രതിഷേധമുണ്ട്. ഈ വീഡിയോയിൽ കണ്ടതിനേക്കാൾ കൂടുതലാണ് ആ കോമ്പൗണ്ടിനകത്തേക്ക് കടന്നാൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുക. രാത്രി കാലങ്ങളിൽ കുറുക്കന്മാർ ഓടി നടക്കുന്ന ഇഴജന്തുക്കൾ പെറ്റുപെരുകിയിട്ടുള്ള ഒരു വനപ്രദേശമായി അവിടെ ഒരു 5.5 ഏക്കർ സ്ഥലം മാറി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഈ കൊഴുത്തിട്ട ഫാക്ടറി തുറന്ന് പ്രവർത്തിക്കേണ്ടത് അത് തീർച്ചയായും നമ്മുടെ നാടിൻ്റെ ഒരാവശ്യമാണ്. ഈ നാട്ടിലെ ആളുകൾക്ക്, പ്രാദേശവാസികൾക്ക് തൊഴിൽ ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലയ്ക്ക് ആ പദ്ധതി കൂടി തുറന്ന് പ്രവർത്തിക്കേണ്ടതായ പ്രവർത്തനങ്ങൾ നമ്മുടെ കാലഘട്ടത്തിൽ അവസരം വന്നാൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ നമ്മുടെ പൊയ്യ ഗ്രാമപഞ്ചായത്തിനകത്ത് ലീഡറുടെ കാലഘട്ടത്തിൽ അദ്ദേഹം വിഭാവനം ചെയ്തത് ഒരു 49 ഹെക്ടറിലധികം വിസ്തൃതിയുള്ള കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ഉപ്പുവെള്ള മത്സ്യകൃഷി ഫാമാണ്. അഡാക്ക് സംവിധാനം രൂപീകരിക്കുകയും അതിൻ്റെ ഭാഗമായി ആ ഒരു പ്രൊജക്റ്റ് കൊണ്ടുവരികയും അതിനുവേണ്ടി പ്രത്യേകമായി ഉദ്യോഗസ്ഥരെ കൊണ്ടുവന്ന് വിദേശങ്ങളിൽ നിന്ന് പോലും അതിനുവേണ്ടിയുള്ള ആളുകളെ കൊണ്ടുവന്ന് പഠനം നടത്തിക്കുകയും അതിൻ്റെ ഭാഗമായി ആ നിർമ്മാണ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി ഒരു പദ്ധതി പ്രാവർത്തികമാക്കിയെടുത്തതാണ്. ആ പദ്ധതി ഇന്ന് എങ്ങനെയാണ് അതിൻ്റെ അവസ്ഥ എന്ന് ആലോചിച്ചു. ശ്രീ ടി എം പ്രതാപൻ MLA ആയിരുന്ന കാലഘട്ടത്തിൽ 2011 മുതൽ 16 വരെയുള്ള ഘട്ടത്തിൽ വെറും 5 വർഷക്കാലം, ആ 5 വർഷ കാലഘട്ടത്തിനിടയിൽ അവിടെ നടന്ന വികസന പ്രവർത്തനങ്ങൾ ഒട്ടനവധിയാണ്. ആ വികസന പ്രവർത്തനങ്ങൾ നടന്ന് അവസാനിച്ച ഇടത്ത് നിന്ന് ഒരു കല്ല് പോലും പുതിയതായിട്ട് ഇടുവാനോ ഒരു പദ്ധതി പോലും ഒരു ചെറിയൊരു പ്രൊജക്റ്റ് പോലും അതിൻ്റെ ഭാഗമായി കൊണ്ടുവരാനോ വേണ്ടി സാധിച്ചില്ല എന്ന് മാത്രമല്ല, നമ്മുടെയൊക്കെ ഈ നിയോജകമണ്ഡലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിനോദസഞ്ചാര കേന്ദ്രം പോലെ സഞ്ചാരികളെ ആകർഷിക്കാവുന്ന സൗകര്യങ്ങളും കാഴ്ചകളും കാഴ്ചഭംഗികളുമുള്ള ഒരു പ്രദേശം, ആ പ്രദേശത്തിൻ്റെ വീഡിയോ കൂടി നമുക്കൊന്ന് കാണാം. ലീഡർ ശ്രീ കെ കരുണാകരൻ മാളയുടെ MLA ആയ സമയത്ത് അദ്ദേഹത്തിൻ്റെ നിയോജകമണ്ഡലമായ മാളയിൽ എല്ലാ പഞ്ചായത്തുകളിലും അന്ന് അദ്ദേഹത്തിനൊരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. ആ പഞ്ചായത്തുകളുടെ തനതായ വ്യവസായം ആ പഞ്ചായത്തുകൾക്ക് കൊണ്ടുവരികയും ആ പഞ്ചായത്തിലുള്ള ആളുകൾക്ക് അതുമായി ബന്ധപ്പെട്ട തൊഴിലിൽ ഏർപ്പെടുവാനും അവരുടെ വരുമാനം കൂട്ടുവാനുമുള്ള ഒരു കാഴ്ചപ്പാട് അന്ന് ലീഡർ ശ്രീ കെ കരുണാകരനുണ്ടായിരുന്നു. ലീഡറുടെ കാഴ്ചപ്പാടിൽ അന്ന് മത്സ്യമേഖലയാണ് പൊയ്യയിൽ വിജയിക്കുകയുള്ളൂ എന്ന് കണ്ടുകൊണ്ടാണ് പൊയ്യയിൽ ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലാണ് ഈ സ്ഥാപനം തുടങ്ങുന്നത്. TN പ്രതാപൻ MLA ആയി കഴിഞ്ഞപ്പോൾ അന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സാറാണ് ഈ ഫാമിന് വേണ്ടുന്ന സഹായം ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഫാമിൽ ഒരു റിസർച്ച് സെൻറ്റർ, മ്യൂസിയം, അതുപോലെ തന്നെ ജനങ്ങൾക്ക് ഈ ഫാം നേരിട്ട് കാണുവാനും ചെമ്മീൻ കൃഷിയും മത്സ്യകൃഷിയെല്ലാം പഠിക്കുവാൻ ഗവേഷകർക്ക് വന്ന് താമസിക്കുവാനുള്ള സൗകര്യവും മറ്റും രൂപപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഫാമിന് വേണ്ട ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കി വച്ചിട്ടാണ് ഉദ്ഘാടനം നടത്തിയത്. ഈ മാസ്റ്റർ പ്ലാൻ കഴിഞ്ഞ 10 വർഷമായിട്ട് നടപ്പാക്കുവാൻ ഈ MLAക്കോ കഴിഞ്ഞ 10 കൊല്ലം കേരളം ഭരിക്കുന്ന സർക്കാരിനോ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ദുഃഖകരമായ സത്യം. പരമ്പരാഗത മത്സ്യകൃഷിയും അതോടൊപ്പം തന്നെ ടൂറിസവും കോർത്തിണക്കി നമ്മുടെ നാട്ടിലെ നൂറുകണക്കിന് ആളുകൾക്ക് തൊഴിലവസരം നൽകാൻ സാധിക്കുമായിരുന്ന ഒരു പദ്ധതിയാണ്. ആ പദ്ധതിയാണ് ഇന്ന് ഈ തരത്തിലേക്ക് തകർക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഇന്ന് അവിടേക്ക് ആളുകൾ ആരെങ്കിലും കടന്നു വരുന്നത്, അവിടെ ചെറിയൊരു ഹോട്ടലുണ്ട്, അതിൽ ഉച്ചഭക്ഷണത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് ആളുകൾ ആരെങ്കിലും കടന്നു പോകുന്ന സാഹചര്യമുള്ളത്. ഞാനിനി വീണ്ടും നമ്മുടെ കൊടുങ്ങല്ലൂർ മണ്ഡലത്തേക്കൊന്ന് വന്നാൽ, കൊടുങ്ങല്ലൂരിലേക്ക് നമ്മുടെ ഈ മുനിസിപ്പാലിറ്റിയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഒരു പാലമുണ്ട്, പുല്ലൂറ്റ് പാലം. ആ പാലത്തിൻ്റെ ഒരു പ്രത്യേകത, അതിലൂടെയൊക്കെ യാത്ര ചെയ്യുന്ന ഒട്ടനവധിയായ ആളുകളാണ് ഇവിടെ ഇരിക്കുന്നതൊക്കെ തന്നെ. ആ പാലത്തിൻ്റെ ഒരു പ്രത്യേകത, ഒരു വലിയ ബസ് പോയാൽ, ഒരു വലിയ ലോറി പോയാൽ അതിലൂടെ യാത്ര ചെയ്യുന്ന കാൽനടക്കാരനെ അവരുടെ കാല് വൈബ്രേറ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകും. അത്രത്തോളം ദുർബലമാക്കപ്പെട്ട ഒരു സാഹചര്യം ആ പാലത്തെ സംബന്ധിച്ചുണ്ട്. അപ്പോൾ അങ്ങനെ 200-ൽ പരം പാലം പുതിയതായി പണിതെങ്കിൽ 140 അസംബ്ലിയുള്ള ഈ കേരളത്തെ സംബന്ധിച്ച് ഒരു പാലമെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് ഒരു അസംബ്ലിയിലേക്ക് വരണമല്ലോ. ഈ പുല്ലൂറ്റ് പാലത്തിലൂടെ യാത്ര ചെയ്യുന്നത് ഈ നിയമസഭാ മണ്ഡലത്തിലെ ആളുകൾ മാത്രമല്ല, അതിനേക്കാൾ അപ്പുറം ഏതാണ്ട് 50,000-ഓളം ആളുകൾ ഒരു ദിവസം പലപ്പോഴായി അങ്ങോട്ടും ഇങ്ങോട്ടും വാഹനങ്ങളായും അല്ലാതെയും യാത്ര ചെയ്യുന്നൊരു പാലമാണ്. ആ പാലത്തിൻ്റെ കാഴ്ച നമുക്കൊന്ന് കാണാം. ആ പാലം കണ്ടു കഴിഞ്ഞാൽ സ്വാഭാവികമായും അടുത്ത ദിവസങ്ങൾ അതിലൂടെ യാത്ര ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് ചെറിയൊരു ഭയം ഉണ്ടാകുന്ന ഘട്ടമുണ്ടാകും. ജവഹർലാൽ നെഹ്റു വന്ന് നേരിട്ട്
കൊടുങ്ങല്ലൂർ വന്ന സമയത്ത് കൊടുങ്ങല്ലൂർക്ക് എത്തിപ്പെടാനുള്ള ബുദ്ധിമുട്ട് ഒരു സംഭവം ഉണ്ടായിരുന്നു. അത് ആൾ ഇവിടെ വന്നിട്ട് ഇവിടുന്ന് വഞ്ചിയിലാണ് അങ്ങോട്ട് കടന്ന് ലേറ്റായി പോയി. വഞ്ചി കിട്ടാനും അവിടെ എത്താനും കുറെ ലേറ്റായി. 1962 ഇതിന്റെ ഉദ്ഘാടനം. ജവഹർലാൽ നെഹ്റു നേരിട്ട് വന്നിട്ടാണ് ഇത് ഉദ്ഘാടനം ചെയ്തിട്ടുള്ള ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ വളരെ ദയനീയമായ അവസ്ഥയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പൊട്ടിപ്പൊളിഞ്ഞ് ഏത് സമയവും വണ്ടി പോകുമ്പോൾ തന്നെ മോളിൽ കൂടെ പോകുമ്പോൾ തന്നെ അറിയാം അതിൻ്റെ ഒരു അവസ്ഥ എന്താണെന്നുള്ളത്. കാരണം ജർക്കിങ് ഭയങ്കരമാണ്. പാലത്തിന് നടന്നു പോകുമ്പോൾ അത് പ്രത്യേകിച്ച്, വണ്ടി പോകുമ്പോൾ നടക്കുന്നവർക്ക് അത് പ്രത്യേകിച്ച് ഫീൽ ചെയ്യുന്ന ഒരു സംഭവമാണ്. കാരണം കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് TM പ്രതാപൻ ഇവിടുത്തെ MLA ആയിരിക്കുന്ന സമയത്താണ് ഇതിനൊരു ഫണ്ട് അനുവദിച്ചിരുന്നു പുതിയ പാലം പണിയാൻ വേണ്ടിയിട്ട്. പക്ഷേ ആ ഫണ്ടൊക്കെ തുടർന്ന് വന്ന MLAയും പുതുന്ന സർക്കാരും അത് ലാപ്സാക്കി കളയാണ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ ഈ പുതിയ ഹൈവേയുടെ ഭാഗമായിട്ട് ഇവിടുന്ന് മണ്ണെടുക്കലും കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷം അത് സർക്കാർ നേരിട്ടറിയാം. അറിയുന്ന ശേഷം വളരെ ദയനീയ അവസ്ഥയാണ് ഇപ്പോഴത്തെ പാലത്തിൻ്റെ പില്ലറുകളുടെ അവസ്ഥ. ഏത് സമയവും എന്തും സംഭവിക്കാമെന്നുള്ളൊരു അവസ്ഥയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. കൊടുങ്ങല്ലൂർ തൃശ്ശൂർക്ക് പോകാനുള്ള മെയിൻ ഒരു റോഡാണ് ഈ പാലത്തിൻ്റെ ഭാഗം. ഏത് സമയം എന്തും സംഭവിക്കാമെന്നുള്ള രീതിയിലാണ് ഇപ്പോൾ പോവാം. പാലത്തിൻ്റെ ഓരോ വശങ്ങളും നമുക്ക് മുകളിൽ തന്നെ നമ്മൾ വണ്ടി പോകുമ്പോൾ അത് ഫീൽ ചെയ്യുന്നൊരു ഇതാണ്. ഇതിന് ഇപ്പോഴും സർക്കാർ നേരത്തെ നമ്മൾ പറഞ്ഞ മാതിരി ഇവിടെ പല പാലങ്ങളും കേരളത്തിൽ പണിഞ്ഞു എന്ന് പറഞ്ഞപ്പോഴും ഇത്രയും കേരളത്തിലെ ഹൃദയഭാഗത്തുള്ള ഇത്രയും ജനങ്ങൾ ഉപയോഗിക്കുന്ന കിഫ്ബിയിൽ പെടുത്തി പോലും പണിയാൻ ഈ സർക്കാരിനോ അല്ലെങ്കിൽ ഇവിടുത്തെ MLAക്കോ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ വലിയൊരു അവസ്ഥ. വികസന മുരടിപ്പിൻ്റെയും അതോടൊപ്പം തന്നെ ഭരണാധികാരികളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന കുറ്റകരമായ അനാസ്ഥയിലേക്ക് ഒരു നേർക്കാഴ്ചകളാണ് ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ വീഡിയോസും പ്രദർശിപ്പിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നെങ്കിലും അത് സമയം കുറേ പോകുന്നതുകൊണ്ടാണ് വളരെ സെലക്റ്റീവായ വീഡിയോസ് മാത്രമാണ് ഇവിടെ കാണിക്കുന്നത്. ഈ കാണിക്കുന്ന വീഡിയോയിലൊക്കെ പറയുന്ന പോലെ തന്നെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു പരിഹാരം കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ച് തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രഥമ പരിഗണന നൽകിക്കൊണ്ട് മുന്നോട്ട് പോകേണ്ട കാര്യം എന്നുള്ളൊരു ബോധ്യം കൂടിയുണ്ട്. അതുകൊണ്ട് ഈ പാലം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് ഈ നാട്ടിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള വികസന കാഴ്ചപ്പാടുകളുടെ ഭാഗമായി മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ അന്നമനട പഞ്ചായത്തിൽ, ഞാൻ പാലത്തിനോട് ചേർന്ന് മറ്റൊരു പാലത്തിൻ്റെ കൂടി പറയുകയാണ്. അന്നമനട പഞ്ചായത്തിനകത്ത് അവിടെ പുളിക്കക്കടവ് പാലം ടി യു രാധാകൃഷ്ണൻ MLA ആയിരുന്ന കാലഘട്ടത്തിലാണ് ആ പാലത്തിൻ്റെ പദ്ധതികളുമായി മുന്നോട്ട് പോകുന്നത്. അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം പൂർത്തീകരിക്കുന്നത്. 2 കോടിയോളം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച ഒരു ആധുനികമായൊരു പാർക്ക് അവിടെ ഉണ്ടായിരുന്നു. ഇന്ന് ആ പാർക്ക് അവിടെ കാണാൻ വേണ്ടി സാധിക്കില്ല. 2018 പ്രളയത്തിൽ വെള്ളം പൊങ്ങി മണ്ണ് കയറി മൂടിപ്പോയതാണ്. അതിനുശേഷം പിന്നീട് അത് പുനരുദ്ധരിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ല. അതിന് വേണ്ടുന്ന പ്രവർത്തനങ്ങളുമായി പഞ്ചായത്ത് മുന്നോട്ട് പോയ സമയത്ത് CPMൻ്റെ ഭാഗത്തുനിന്ന് കോടതിയിൽ പോവുകയും കേസുമായി ബന്ധപ്പെട്ട് സ്റ്റേ വാങ്ങുകയും അതെല്ലാം തന്നെ നിന്നു പോകുന്ന സാഹചര്യം ഉണ്ടായി. പക്ഷേ ജനപ്രതിനിധി എന്ന നിലയ്ക്ക് അങ്ങനെ നമ്മുടെ നികുതി പണം ഉപയോഗിച്ച് നിർമ്മിക്കപ്പെട്ട ഒരു പാർക്ക് ഉണ്ടായിരുന്നെങ്കിൽ ആ പാർക്ക് വീണ്ടും പുനരുദ്ധരിക്കേണ്ടത് നാടിൻ്റെ ആവശ്യമാണെന്നിരിക്കെ അതിനൊരു സമവായം കണ്ടെത്തി ആ പാർക്ക് മുന്നോട്ട് കൊണ്ടുവരേണ്ട ഉത്തരവാദിത്തം ഉണ്ടായിരുന്നു. സൗഹൃദ തീരം എന്ന് അറിയപ്പെട്ടിരുന്ന ആ പാർക്ക് ഇന്നൊരു അവഗണനയുടെ തീരമായി ഇന്നവിടെ കരിനിഴലിലുണ്ട്. പുതിയ തലമുറയെ സംബന്ധിച്ച് പുഴയോരത്തുള്ള ആ ഒരു നല്ല വൈബ് അനുഭവിക്കാൻ കഴിയാത്ത വിധം അത് പിന്നോട്ടടിക്കപ്പെട്ടിരിക്കുന്ന സാഹചര്യമാണുള്ളത്. വികസനത്തിന് തുരങ്കം വയ്ക്കുന്ന ഈ നയം മാറേണ്ടതാണ് എന്നതാണ് നമ്മുടെ അഭിപ്രായം. ഈ തകർക്കപ്പെട്ട സൗഹൃദ തീരത്തിൻ്റെ ഇന്നത്തെ ദയനീയമായ കാഴ്ച ഒന്നുകൂടി കാണാം. ഈ സൗഹൃദ തീരം എന്ന് പറഞ്ഞാൽ ഈ പാലം പണി സമയത്ത് TU രാധാകൃഷ്ണൻ MLA ആയിരുന്നപ്പോൾ പാലം പണി സമയത്ത് ഞങ്ങൾ ആവശ്യപ്പെട്ടനുസരിച്ച് ഒരു പാർക്കിന് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം ഉണ്ടാക്കി തന്നതാണ്. അതിനുശേഷം TM പ്രതാപൻ MLA ആയപ്പോഴാണ് കുട്ടികളുടെ പാർക്കും ഒരു സൗഹൃദ തീരമായിട്ട് ഇതിനെ മാറ്റാൻ വേണ്ടിയിട്ട് അന്ന് 2 കോടി രൂപ അനുവദിച്ച് ഇതിൻ്റെ പണികൾ ആരംഭിച്ചു. നല്ലൊരു വൈബായിട്ട് ഒട്ടനവധി ആൾക്കാർ വന്ന് പങ്കെടുത്ത് 4-5 പഞ്ചായത്തിലെ ജനങ്ങൾ മുഴുവൻ ഇവിടെ വന്ന് പങ്കെടുത്ത് നല്ല രസമായിട്ടുള്ളൊരു പാർക്കായിട്ട് തീർക്കാനായിട്ട് പഞ്ചായത്ത് അന്ന് UDF പഞ്ചായത്തായിരുന്നപ്പോൾ 75 ലക്ഷം രൂപ മുടക്കി ഇവിടെ ഒരു പദ്ധതി ആവിഷ്കരിച്ചു. അതുമാതിരി തന്നെ കുട്ടികളുടെ പാർക്കിന് വേണ്ടിയിട്ട് 20 ലക്ഷം രൂപ മാറ്റിവെച്ചിരുന്നു. ഇത് രണ്ടും അന്ന് ഇവിടുത്തെ CPMൻ്റെ ലോക്കൽ കമ്മിറ്റി കംപ്ലൈൻറ്റ് കൊടുത്ത് ഇത് അവസാനിപ്പിക്കുന്ന അവസ്ഥയാണ് ഉണ്ടായത്. പക്ഷെ അത് മുഴുവൻ നശിപ്പിച്ചു എന്ന് മാത്രമല്ല ഇത് പൊളിച്ചു കളയാൻ പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഉത്തരവ് വന്നതാണ്. കഴിഞ്ഞ 10 വർഷമായിട്ട് നിരന്തരമായി വാളൂക്കാർ മുഴുവൻ ആവശ്യപ്പെട്ട ഒരു കാര്യമാണ് ഈ പുഴയോരം ഞങ്ങൾക്ക് ഇത് ഒന്ന് വൃത്തിയാക്കി ഞങ്ങളുടെ കുട്ടികൾക്കും പ്രായമായ ആളുകൾക്കും മറ്റുള്ളവർക്ക് വൈകുന്നേരങ്ങളിൽ രാവിലെയൊക്കെ നടക്കാനും വരാനും കാണാനും കഴിയുന്ന സൗകര്യമാക്കണം. ഇവർ തിരിഞ്ഞു നോക്കിയില്ല. ഈ കേസിൻ്റെ മറവിൽ അത് അവരങ്ങനെ അതിനെ ബ്ലോക്ക് ചെയ്ത് നിർത്തിയത്. അവിടെ ക്രിസ്ത്യൻ സമുദായത്തിൻ്റെ ഗുഡ് ഫ്രൈഡേ എന്ന് പറയുന്നത് ഈ പ്രദേശത്തുള്ള പള്ളികളിൽ നിന്നൊക്കെയുള്ള ഒരു പരിഹാര പ്രദർശനമായിട്ട് ഇവിടെ നിന്ന് പോവും. ഓരോ ഘട്ടങ്ങളിലും ന്യൂ ഇയർ വരുമ്പോൾ അല്ലെങ്കിൽ മറ്റ് അതുപോലെ ബന്ധപ്പെട്ട ആഘോഷങ്ങളൊക്കെ വരുമ്പോൾ ഇവിടെ ഒരുപാട് ആളുകൾ ഒത്തുകൂടുന്നു. ഇവിടെ കുട്ടികൾക്ക് കുറേ സൗകര്യപ്രദമായ കളിക്കാനുള്ള എക്യുപ്മെൻറ്റ്സൊക്കെ വെച്ചിരുന്നു.
അതെല്ലാം നശിപ്പിച്ച് കളഞ്ഞ് അവസാനം ഇത് തനി രാഷ്ട്രീയമായി നടപ്പാക്കാതിരിക്കാൻ വേണ്ടി കേസ് കൊടുത്തു. ആ കേസിൻ്റെ പിന്നാമ്പുറം ഇതിനകത്ത് ഇത് ബ്ലോക്കായി. അപ്പം ഞങ്ങൾക്ക് ഇതിനകത്ത് പറയാനുള്ളത് ഇനിയൊരു സർക്കാർ മാറ്റം ഉണ്ടാകുമെന്ന് തന്നെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതിനകത്ത് ഈ കേസ് നടപടികളൊക്കെ വിട്ടുവയ്ക്കാൻ കഴിഞ്ഞാൽ അത് വെച്ചുകൊണ്ട് അന്നമയുടെ മോച്ചായ തന്നെ മാറ്റാവുന്ന രീതിയിലുള്ള ഇതിൻ്റെ ഈ സൗഹൃദത്തിൻ്റെ ഒരു മാറ്റം ഉണ്ടാക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതിന് അനുകൂലമായ ഒരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടാകും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ആ സൗഹൃദ പാർക്കിനെ സംബന്ധിച്ച്, തീരത്തെ സംബന്ധിച്ച്, സൗഹൃദ തീരത്തെ സംബന്ധിച്ച് അവിടെ ഒട്ടനവധി പരിപാടികൾ നടന്നുകൊണ്ടിരുന്ന ഒരു സ്ഥലം കൂടിയാണ്. ഒരുപാട് തവണ പുഴയോര ഫെസ്റ്റ്, അവിടെയുള്ള പ്രദേശവാസികളുടെ ഒരു ആഘോഷ പരിപാടി പോലെ ഒരു പുഴയോര ഫെസ്റ്റ് ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഒരു ആഘോഷ പരിപാടി നടന്നിരുന്നതാണ്. അപ്പോൾ ആളുകൾക്ക് ഗ്യാദർ ചെയ്യാനും ആളുകൾക്ക് കൂടിച്ചേരാനും ആഘോഷിക്കാനുമൊക്കെ സായാഹ്നങ്ങൾ പങ്കുവെക്കാനുമൊക്കെ ഉണ്ടായിരുന്ന ഒരു തീരമാണ് അവിടെ ഇല്ലാതാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അത് തിരിച്ചു പിടിക്കുക എന്നുള്ളത് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രഖ്യാപിതമായ നയമാണ് എന്നിവിടെ പ്രഖ്യാപിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. ഐക്യജനാധിപത്യ മുന്നണിക്ക് വേണ്ടി ഒരു അവസരം ലഭിച്ചാൽ സ്വാഭാവികമായും ഇത്തരത്തിലുള്ള തീരങ്ങൾ, സ്നേഹതീരങ്ങൾ, സൗഹൃദ തീരങ്ങളെല്ലാം തന്നെ നമ്മുടെ മണ്ഡലത്തിനകത്ത് തിരിച്ച് കൊണ്ടുവരാൻ വേണ്ടിയുള്ള ശ്രമങ്ങളുണ്ടാകും. മാള പഞ്ചായത്തിലെ കായിക പ്രേമികളായ ചെറുപ്പക്കാരുടെ മുഴുവൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്, എവിടെയാണ് മാളയുടെ പൊതു കളിസ്ഥലം, മാളയുടെ സ്റ്റേഡിയം എവിടെയാണ്? മാളയിലെ ഒരുപാട് കായിക പ്രേമികളുണ്ടായിരുന്ന സ്ഥലമാണ്. ഒരുപാട് ഫുട്ബോൾ കളിച്ചിരുന്ന ആളുകൾ, ഫുട്ബോൾ താരങ്ങൾ, അവരെല്ലാം തന്നെ ഉയർന്നു വന്ന കളിച്ചിരുന്ന ഒരു കളിസ്ഥലമുണ്ടായിരുന്നു. അതിനെ സംബന്ധിച്ച് വലിയ ഡെവലപ്മെൻറ്റ്സ് ഒന്നും ഇല്ലാതിരുന്ന കിടന്ന ഘട്ടത്തിൽ നിന്ന് അതിനെ പുരോഗതിയിലേക്ക് കൊണ്ടുവന്ന് അവിടെ ഒരു ലീഡറുടെ പേരിൽ ശ്രീ കെ കരുണാകരൻ സ്റ്റേഡിയം എന്നൊരു സ്റ്റേഡിയം കൊണ്ടുവരികയും 8.5 കോടി രൂപയാണ് അതിനുവേണ്ടി UDF സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ അതിനുവേണ്ടിയുള്ള പദ്ധതി വിഭാവനം ചെയ്ത് കൊണ്ടുവന്നത്. ഫിൻലൻഡിൽ നിന്ന് 59 ലക്ഷം രൂപ ചെലവഴിച്ച് സിന്തറ്റിക് പുല്ല് വരെ അതിനുവേണ്ടി എത്തിക്കുകയും ഇൻഡോർ സ്റ്റേഡിയവും ട്രാക്കും എല്ലാം തന്നെ പണിതുയർത്തുകയും ചെയ്തു. എന്നാൽ അതിനിടയിൽ നമ്മുടെ സർക്കാർ മാറി, പിന്നീട് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം നിന്നുപോയി. പിന്നീട് അതിനിടയിൽ ഭൂമിയുടെ ഉടമസ്ഥാവകാശത്തെ ചൊല്ലിയുണ്ടായ ഒരുപാട് തർക്കങ്ങൾ കടന്നു വന്നു, നിയമക്കുരുക്കളുണ്ടാക്കി. ഭൂമിയുടെ ഉടമസ്ഥാവകാശത്തെ ചൊല്ലിയുണ്ടായ തർക്കങ്ങൾ, നിയമക്കുരുക്കളെ സംബന്ധിച്ച് ഒരു പരിഹാരം കണ്ടെത്തുക എന്നുള്ളതിന് പകരം അതിൽ നിന്ന് തലയൂരി പോവുക എന്നുള്ള നയമാണ് ഇവർ സ്വീകരിച്ചത്. ആ ഗ്രൗണ്ടിൻ്റെ കാഴ്ച ഒന്ന് കാണാം. നാട്ടുകാർക്ക് ഒരു ഉപകാരമില്ല. നാട്ടുകാർക്ക് എന്തെങ്കിലും ഉപകാരം വേണ്ടേ? ഈ 4 കൊല്ലത്തിനകത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് 2 നേരം പന്ത് കളി ഉണ്ടായിരുന്നു. 9 മണി വരെയും 9 മണി കഴിഞ്ഞ് വെച്ചിട്ടുണ്ടെങ്കിൽ 4 മണി തൊട്ട് ചെന്നിക്ക് 8 മണി 9 മണി വരെ പന്ത് കളി ഉണ്ടായിരുന്നു. അത് 2 ടീമും 3 ടീമും വെച്ച് അവർ കളിച്ചുകൊണ്ട് പോകും. അപ്പോൾ ഈ തീ വെച്ച് കഴിഞ്ഞപ്പോൾ ചെന്നിക്ക് മറ്റവർ വന്ന് കെടുത്തി. അപ്പോൾ അവർ വന്ന് കെടുത്തി കഴിഞ്ഞപ്പോൾ ചെന്നിക്ക് ഈ സംഗതി അവിടെ പടിയൊക്കെ ഗേറ്റൊക്കെ നന്നാക്കി കൂട്ടിയിട്ട് പിന്നെ തുറന്നില്ല. ഇപ്പോൾ 1 കൊല്ലമായിട്ട് ഇത് ലീഡർ കെ കരുണാകരൻ ഇവിടെ നിന്ന് ജനപ്രതിയായി കുറേ നാളുകളുടെ മുഖ്യമന്ത്രിയായി പ്രതിപക്ഷ നേതാവൊക്കെയായി ഇരിക്കുന്ന കാലഘട്ടത്തിൽ കൊണ്ടുവന്ന ഒരു സ്റ്റേഡിയത്തിൻ്റെ വികസനമാണ്. പിന്നീട് ഈ ഗ്രൗണ്ടിന് പല ഗവൺമെൻറ്റുകൾ പല തുകകൾ അനുവദിച്ച് ഇങ്ങനെ വികസന പ്രവർത്തനങ്ങൾക്കൊക്കെ നേതൃത്വം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോയി. പിന്നീട് ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻറ്റാണ് 8.5 കോടി രൂപ അനുവദിച്ച് ഇതിൻ്റെ തുടർ വികസനങ്ങൾ സാധ്യമാക്കാൻ വേണ്ടി കാണുന്നത്. അതിൽ ഇൻഡോർ സ്റ്റേഡിയം ഉണ്ടായിരുന്നു, സിന്തറ്റിക് ട്രാക്ക് പോലെ വലിയ രീതിയിലുള്ള ഒരു ഗ്രാമീണ പ്രദേശത്ത് കുട്ടികൾക്ക് വലിയ സൗകര്യമുള്ള ഒരു ഗ്രൗണ്ട്. ആ ഗ്രൗണ്ട് നമുക്ക് ഉയർത്തിക്കൊണ്ടുവരാനായിരുന്നു അന്നത്തെ ഗവൺമെൻറ് ശ്രമിച്ചത്. പക്ഷേ ആ ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിൽ ഇൻഡോർ സ്റ്റേഡിയത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ 10 വർഷമായി ലീഡറുടെ പേരിലുള്ള ഈ സ്റ്റേഡിയം പൂട്ടിയിട്ടിരിക്കുന്നത്. നമ്മുടെ ഏറ്റവും വലിയ വിഷമം എന്ന് പറയുന്നത് ഇത് പൂട്ടിയിടണ്ട, വികസനം നടന്നില്ലെങ്കിൽ ഒന്ന് തുറന്നു കൊടുത്താൽ മനസ്സുള്ള ആളുകൾക്ക് വന്ന് അവിടെ കളിച്ചു കഴിഞ്ഞാൽ മരം പിടിക്കാതിരിക്കില്ലേ? കളിക്കരുത്, അല്ലെങ്കിൽ ഇവിടെ ഒരു കായിക താരത്തിനും അതിൽ പങ്കെടുത്ത് മുന്നേറരുത് എന്നാണ് ഇവിടുത്തെ പ്രാദേശിക ഭരണകൂടവും അതുപോലെ തന്നെ ജനപ്രതിയായ MLA ഉൾപ്പെടെയുള്ളവർ ഇത് പറഞ്ഞു വയ്ക്കുന്നത്. ഇപ്പോൾ മാളയെ സംബന്ധിച്ച് രാവിലെയും വൈകുന്നേരവും ആളുകൾ പന്ത് കളിച്ചിരുന്ന ഒരുപാട് 11സും 7സും ഒക്കെ ടൂർണമെൻറ്റുകൾ നടന്നിരുന്ന വളരെ ഫ്ലഡ് ലൈറ്റ് ടൂർണമെൻറ്റ് ഉൾപ്പെടെയൊക്കെ നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് അവിടെ പോയി കണ്ടിട്ടുള്ള ആളുകളാണ്. ഇവിടെ ഇരിക്കുന്ന പലരെ സംബന്ധിച്ച് അത്തരത്തിൽ ഓർമ്മകളുണ്ട്. TM പ്രതാപൻ MLA ആയിരുന്ന സമയത്ത് മാള മഹോത്സവം ഉൾപ്പെടെയുള്ള പരിപാടികളൊക്കെ നടത്തപ്പെട്ട ഒരു വിശാലമായൊരു ഗ്രൗണ്ടിൻ്റെ അവസ്ഥയാണ് ഇന്ന് കാണുന്നത്, കാട് പിടിച്ച് കിടക്കുന്ന സാഹചര്യം. മാളയിലെ ചെറുപ്പക്കാരെ സംബന്ധിച്ച്, ആ പ്രദേശത്തിന് ചുറ്റുമുള്ള കായിക പ്രേമികളായ ആളുകളെ സംബന്ധിച്ച് അവിടെ കെ കരുണാകരൻ്റെ പേരിൽ ഉയർന്നു വന്ന ആ സ്റ്റേഡിയം അത് യാഥാർത്ഥ്യമാക്കുവാൻ വേണ്ടുന്ന ഇടപെടൽ നമ്മുടെ ഉത്തരവാദിത്തമാണ്. അതിന് നിയമപരമായ കുരുക്കളുണ്ടെങ്കിൽ അതിന് മറ്റൊരു ആൾട്ടർനേറ്റീവായ ഒരു സൊല്യൂഷൻ ഉണ്ടാകും. മാളയിൽ എന്ത് തന്നെയായാലും ലീഡർ ശ്രീ കെ കരുണാകരൻ്റെ പേരിൽ ഒരു സ്പോർട്സ് സെൻ്റർ ഉണ്ടാകും, ഒരു സ്പോർട്സിനുമായി ബന്ധപ്പെട്ട ഒരു കേന്ദ്രം ഉണ്ടായിരിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. യഹൂദ സംസ്കാരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവുകളിലൊന്ന് മാളയിൽ നിന്നും അവശേഷിക്കുന്ന അവിടെയുള്ള സിനഗോഗ്.
മാള എന്ന പേര് പോലും വായിച്ചറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഹീബ്രു ഭാഷയിൽ മാളവ് എന്ന് പറയുന്ന വാസസ്ഥലം, അവർ താമസിക്കുന്ന കൂട്ടത്തോടെ താമസിക്കുന്ന സ്ഥലത്തെ മാളവ് എന്നാണ് പറയുക. ആ മാളവ് എന്ന പേരിൽ നിന്ന്, എന്ന വാക്കിൽ നിന്ന് ലോപിച്ചാണ് മാള എന്ന സ്ഥലമുണ്ടായതെന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മാളയുടെ എന്ന പേരിൻ്റെ ഉത്ഭവത്തിന് തന്നെ കാരണമായ ഒരു സംസ്കാരത്തിൻ്റെ തിരുശേഷിപ്പ് അതവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഇന്ന് ഏത് തരത്തിലാണെന്ന് കാണണം എന്നുള്ളതാണ്. ആ വീഡിയോ കൂടി നിങ്ങളൊന്ന് കാണിക്കുകയാണ്. UDF സർക്കാരിൻ്റെ കാലത്താണത് മറ്റേ കോട്ടപ്പുറം മോഡലിൽ മുസിരീസ് പദ്ധതിയുമായി ബന്ധപ്പെടുത്തി അത് പുനർനിർമ്മിക്കാനൊക്കെ തീരുമാനിച്ചത്. അതായത് ഇത് ചരിത്രം പറയുകയാണെങ്കിൽ നമുക്ക് ഇവർ യൂതന്മാരുടെ കാലത്തുണ്ടാക്കിയ ഒരു പള്ളിയാണ്, അത് ആരാധനാലയമാണ്. പക്ഷെ അത് അതിനുശേഷം ഒരുപാട് കാര്യങ്ങൾക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. പാർട്ടി പ്രവർത്തനങ്ങൾ, സ്കൂൾ നടത്തിയിട്ടുണ്ട് അതിൽ. അങ്ങനെ പഞ്ചായത്തിന് വിട്ടുകൊടുത്ത, അവർ പോയപ്പോൾ പഞ്ചായത്തിന് വിട്ടുകൊടുത്ത സ്ഥലങ്ങളാണ് ഇതൊക്കെ, യൂതന്മാരുടെ സ്ഥലങ്ങൾ. അപ്പോൾ അത് സംരക്ഷിക്കപ്പെടുക, അതുപോലെ തന്നെ ടൂറിസം ഡെവലപ്പ് ചെയ്യുക, അതിന് വേണ്ടിയിട്ടാണ് സർക്കാർ, UDF സർക്കാർ മുസിരീസ് കാലത്ത് ഇത് ഒരു മുസിരീസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ട് ഇതിനെ ഡെവലപ്പ് ചെയ്യാൻ തീരുമാനിച്ചത്. പക്ഷെ അതിനുശേഷം ഇപ്പോൾ ഈ കഴിഞ്ഞ MLA ആയിട്ട് കാലത്ത് അത് ഒരു 75 ലക്ഷം രൂപ ചിലവാക്കി അത് പുനർനിർമ്മിച്ചു. പക്ഷേ അത് പുനർനിർമ്മിച്ച് ഒരു വർഷം തികഞ്ഞില്ല. അതിക്ക് മുന്നേ അതിൻ്റെ അവസ്ഥ അതിലേറെ മോശമായി. കാരണം അത് കഴിഞ്ഞ മഴയത്ത് അതിൻ്റെ മേൽക്കൂര തകർന്നു വീണു. എനിക്ക് തോന്നുന്നു 75 ലക്ഷം രൂപ ചിലവാക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലത്തെ ഒരു 3 പള്ളി പണിയാം. അതാണ് അതിൻ്റെ അവസ്ഥ. പക്ഷേ അതൊന്നും നടന്നിട്ടില്ല. അതിൽ വലിയൊരു അഴിമതിയാണ് അതിൽ നടന്നേക്കുന്നത്. സിനഗോഗിനോടനുബന്ധിച്ച് ഇവിടെ നമ്മുടെ അവരുടെ ശ്മശാനമുണ്ട്. അവിടെയൊക്കെ നമുക്ക് ഇസ്രായേലിൽ നടക്കുന്ന ആൾക്കാർ വന്നിരുന്നതാണ്. ഇപ്പം അതൊന്നുമില്ല. ഇപ്പോൾ വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന് പറഞ്ഞൊരു ബോർഡും, അത് പ്രോഗ്രസ്, അപ്പോൾ പ്രോഗ്രസ് 10 കൊല്ലമായിട്ട് MLA കൊണ്ടു നടക്കുന്ന ഒരു പ്രോഗ്രസ്സാണ്. ഞങ്ങളിപ്പോൾ ചോദിക്കുന്നതാണ്, ആ ഒരു 75 ലക്ഷം രൂപ അവിടെ മുടക്കിയിരുന്നെങ്കിൽ ഈ ആ ഒരു അവസ്ഥ ഒരു സിനഗോഗിന് വരില്ല. അതിൻ്റെ പുറകിൽ വ്യക്തമായ അഴിമതിയാണ് നടന്നിരിക്കുന്നത്. അത് എന്ത് തന്നെയായാലും ഈ LDF സർക്കാർ 10 കൊല്ലം കൊണ്ട് നടന്നിട്ട് യാതൊന്നും ചെയ്യാനായിട്ട് അവർക്ക് സാധിച്ചിട്ടില്ല. ഒരു കല്ലെടുത്ത് വെക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല. മാളയുടെ ഹൃദയഭാഗത്തേക്ക് കടന്നു വരുന്ന ഏതൊരാളും ആദ്യം തിരയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വളരെ സിംബോളിക്കായിട്ടുള്ള ഒരു സിനഗോഗിൻ്റെ ഒരു ചിത്രമാണ് നമ്മൾ തൊട്ടു മുമ്പ് കണ്ടത്. കോടികളുടെ പൈതൃക പദ്ധതികളെക്കുറിച്ച് വാദോരാതെ സംസാരിക്കുകയും എന്നാൽ അതിനുവേണ്ടി വികസന പ്രവർത്തനം നടത്തിയെന്ന് പറയുകയും 75 ലക്ഷം രൂപ മുടക്കി എന്ന് അവകാശപ്പെടുകയും ചെയ്ത ഒന്നാണ് ഒരു വലിയ മഴ പോലും അതിജീവിക്കാൻ ശേഷിയില്ലാത്ത തരത്തിൽ അതിൻ്റെ മുഴുവനായി തകർന്നു വീഴുന്ന, രണ്ടായി പകുത്ത് തകർന്നു വീഴുന്ന സാഹചര്യം ഉണ്ടായത്. ഇന്നതൊരു നീല ടർപ്പായ കൊണ്ട് പൊതിഞ്ഞു കെട്ടി വെച്ചിരിക്കുകയാണ്. ഞാൻ പറയുന്നത് ഈ നീല ടർപ്പായ കൊണ്ട് പൊതിഞ്ഞു കെട്ടി വെക്കാൻ കഴിയുന്ന രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ 10 വർഷക്കാലമായി ഈ കൊടുങ്ങല്ലൂർ നിയമസഭാ മണ്ഡലത്തിനകത്ത് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട പോരായ്മ നിൽക്കുന്നത്. UDFൻ്റെ 5 വർഷക്കാലത്തിനിടയിൽ നടപ്പിലാക്കിയ 10 വികസന പ്രവർത്തനങ്ങൾക്ക് ബദലായി LDFൻ്റെ 10 വർഷ കാലഘട്ടത്തിൽ നടപ്പിലാക്കിയ ഒരു വികസന പ്രവർത്തനം പറഞ്ഞാൽ മതി. നമുക്ക് ആ കണക്ക് പരിശോധിച്ച് നോക്കിയാൽ പോലും UDFൻ്റെ ത്രാസിനായിരിക്കും ഏറ്റവും കൂടുതൽ കനമുണ്ടാവുക എന്നുള്ളതാണ് സൂചിപ്പിക്കാനായിട്ടുള്ളത്. മാളയിലും കൊടുങ്ങല്ലൂരിലെയും ജനങ്ങളെ സംബന്ധിച്ച് ഏറ്റവും വലിയ പ്രയാസം അനുഭവിക്കുന്ന ഒരു കാര്യമാണ് കുടിവെള്ളത്തെ സംബന്ധിച്ച്. കുടിക്കാൻ വെള്ളമില്ലാത്ത അവസ്ഥ നമ്മുടെ നിയോജകമണ്ഡലത്തിലെ ഒട്ടനവധിയായ ആളുകളെ സംബന്ധിച്ച് ഇന്നുണ്ട് എന്നുള്ളൊരു വസ്തുതയാണ്. കുടിവെള്ളം ആരുടെയും ഔദാര്യമൊന്നുമില്ല, അതൊരു പൗരൻ്റെ അവകാശമാണ്, നമ്മുടെ മൗലികാവകാശത്തിൽപ്പെട്ടതാണ്. നമ്മുടെ ശുദ്ധജല സ്രോതസ്സുകളെ സംരക്ഷിക്കുകയും ശാസ്ത്രീയമായ രീതിയിൽ തടയണകളും സ്ലൂയിസുകളും ഗേറ്റുകളും നിർമ്മിച്ചുകൊണ്ട് ഓരോ വീട്ടിലും ശുദ്ധമായ കുടിവെള്ളം ഉറപ്പാക്കുന്ന ഒരു വിപ്ലവം കൊടുങ്ങല്ലൂരിൽ നടപ്പിലാക്കേണ്ട ഒരു കാലം അതിക്രമിച്ചു പോയി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. ഒരു സമഗ്ര കുടിവെള്ള പദ്ധതി നമ്മുടെ നിയമസഭാ മണ്ഡലത്തിനകത്ത് നമുക്ക് നടപ്പാക്കേണ്ടതായ ഒരു സാഹചര്യമുണ്ട്. മാളയിൽ നിന്ന് പമ്പ് ചെയ്യുന്ന 26 MLD വെള്ളമാണ് കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റിയും, പഴയ കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റി, മേത്തല പഞ്ചായത്ത് ഉൾക്കൊള്ളാത്ത പഴയ കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റിയും അതോടൊപ്പം തന്നെ മാളയിലെ പഴയ 6 പഞ്ചായത്തുകളിലേക്കും വെള്ളം പമ്പ് ചെയ്തു പോകുന്നത് ഈ 26 MLD പമ്പിൽ വെള്ളം MLDയുടെ ഭാഗമായ പ്ലാന്റിൽ നിന്ന് പോകുന്ന വെള്ളമാണ്. അതിൽ കൊടുങ്ങല്ലൂരിലേക്ക് വരുന്നത് വളരെ ശുഷ്കമായ വെള്ളം മാത്രമാണ്. 6 പഞ്ചായത്തുകൾ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്. അപ്പോൾ കൊടുങ്ങല്ലൂരിലെ ജനങ്ങളെ സംബന്ധിച്ച് ഇവിടെയുള്ള പോപ്പുലേഷനും ഇവിടെയുള്ള ഇന്നത്തെ ജീവിത സാഹചര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ അത് അവർക്ക് ഉപയോഗത്തിന് തികയുന്ന ഒന്നല്ല. അതുകൊണ്ടാണ് കൂടുതൽ ദിവസങ്ങൾ കാത്തു നിൽക്കേണ്ടി വരുന്ന ഘട്ടമുണ്ടാകുന്നത്. മാത്രമല്ല 15 കിലോമീറ്റർ ദൂരമാണ് പൈപ്പ് ലൈൻ ഉള്ളത്. ആ 15 കിലോമീറ്റർ ദൂരത്തിലുള്ള പൈപ്പ് ലൈൻ പലതും കാലപ്പഴക്കം ചെന്നു പോയതും അവിടെയൊക്കെ ഇടയ്ക്കിടെ തകരുന്നതും അതിൻ്റെയൊക്കെ ഭാഗമായി വെള്ളം നഷ്ടപ്പെടുന്നതുമാണ്. അപ്പോൾ അതിനുശേഷം ഇവിടെ വന്ന് ശേഖരിക്കുന്ന വാട്ടർ ടാങ്ക് ആണെങ്കിൽ അതും വളരെ കാലപ്പഴക്കം ചെന്നതാണ്. അതിന് താഴെ ജീവിക്കാൻ എങ്ങനെയാണ് ആളുകൾക്ക് ധൈര്യം കിട്ടുക എന്നുള്ള വലിയ കാര്യമാണ്. കാരണം അതിൻ്റെയും വീഡിയോ ഞങ്ങൾ പോയി കണ്ടതാണ്. അതിങ്ങനെ തകർന്നു വീഴുമോ എന്ന് ഭയപ്പെടുന്ന ഒരു സ്ഥിതിയിലേക്ക് അത് എത്തിയിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ താഴെയാണ് നമ്മുടെ പ്രിയപ്പെട്ട MLA താമസിക്കുന്നതെന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ധൈര്യത്തെ അംഗീകരിക്കാതിരിക്കാനും സാധിക്കില്ല. കാരണം അത് തകർന്നു വീണാൽ ആദ്യം പ്രയാസപ്പെടുന്ന ഒരാളെന്ന നിലയ്ക്കെങ്കിൽ പോലും അത് പരിഹരിക്കാനൊരു ശ്രമം ഉണ്ടാകണ്ടേ, അതുണ്ടാകിയിട്ടില്ല. അപ്പോൾ നമുക്കിതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കണം. അതിന് നമ്മുടെ ഇന്ന് പല ആളുകളുമായി ബന്ധപ്പെട്ട് സംസാരിക്കുകയും ഇടപെടുകയൊക്കെ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് വൈന്തല പ്ലാന്റിൽ നിന്ന് 26
76 MLD വെള്ളമാണ് ഇവിടെ പിന്നെ ഇതിൻ്റെ ഭാഗമായി പമ്പ് ചെയ്തു വരുന്നത്. അതിൽ 9 MLD വെള്ളം മാത്രമാണ് നാരായണമംഗലത്തെ ടാങ്കിലേക്ക് വരുന്നത്. അതിൻ്റെ കപ്പാസിറ്റി കൂട്ടാൻ വേണ്ടി കഴിഞ്ഞാൽ, നാരായണമംഗലത്തെ ടാങ്കിലേക്ക് കൂടുതൽ വെള്ളം ശേഖരിക്കാൻ വേണ്ടി കഴിഞ്ഞാൽ കൊടുങ്ങല്ലൂരിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ കഴിയും. ഇപ്പോൾ നാരായണമംഗലത്തെ ടാങ്കിന് അതിനുള്ള ശേഷിയില്ല. ഇപ്പോൾ പുതിയൊരു ടാങ്ക് വരണം, മാത്രമല്ല പുതിയ പൈപ്പ് ലൈൻ വരണം, മാത്രമല്ല അതിനൊരു ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് പുതിയത് വരണം. 20 MLD ശേഷിയുള്ള ഒരു പ്ലാന്റ് അത് നാരായണമംഗലത്തോ അതല്ലെങ്കിൽ വൈന്തലയിൽ തന്നെയോ പുതിയതായി ഒന്ന് സൃഷ്ടിക്കാൻ വേണ്ടി സാധിച്ചാൽ അതിൻ്റെ ഭാഗമായി പുതിയ പൈപ്പ് ലൈനുകൾ നിർമ്മിക്കാൻ വേണ്ടി കഴിയും, പുതിയ പൈപ്പ് ലൈൻ കൊണ്ടുവരാനും പുതിയ വാട്ടർ ടാങ്ക് നിർമ്മിക്കാൻ വേണ്ടി കഴിഞ്ഞാൽ കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റിയിലെ ജനങ്ങൾക്ക് എന്നേക്കുമായി ശാശ്വതമായി കുടിവെള്ളക്ഷാമം പരിഹരിക്കാനുള്ള ഒരു ശ്രമം നമുക്ക് അതിൻ്റെ ഭാഗമായി നടപ്പാക്കിയെടുക്കാൻ വേണ്ടി സാധിക്കും. നിങ്ങളിത് കൈയടിക്കുമ്പോൾ ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഇതേ പദ്ധതി 4 തവണയായി കഴിഞ്ഞ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചു. കഴിഞ്ഞ 4 ബഡ്ജറ്റിൽ സമാനമായൊരു പദ്ധതി ഈ ബഡ്ജറ്റിൽ പ്രഖ്യാപിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണമെങ്കിൽ ഒരു 20 MLD സംഭരണശേഷിയുള്ള പ്രൊഡക്ഷൻ നടത്താൻ സാധിക്കുന്ന പുതിയൊരു പ്ലാന്റും പുതിയൊരു ടാങ്കും പുതിയ പൈപ്പ് ലൈനും കൊണ്ടുവരാൻ സാധിച്ചാൽ ഇത് പരിഹരിക്കാൻ വേണ്ടി കഴിയും. അപ്പോൾ അതിൻ്റെ ഭാഗമായി പൊയ്യയിലും ഇതിൻ്റെ ഒരു ഭാഗമായി ഒരു എക്സ്റ്റൻഷൻ നമുക്ക് കിട്ടും. മറ്റൊന്നുമല്ല, 26 MLD ശേഷിയുള്ള ഈ പ്ലാന്റിൽ നിന്ന് പൊയ്യ ഉൾപ്പെടെ 6 പഞ്ചായത്തുകളും ഈ മുനിസിപ്പാലിറ്റിയുമാണ് ഈ വെള്ളം ഉപയോഗിക്കുന്നത്. ഏതാണ്ട് 9 MLD വെള്ളം ഇവിടെ മുനിസിപ്പാലിറ്റിയിലേക്ക് പോകുന്നു. ബാക്കിയുള്ള 16 MLD വെള്ളം മാത്രമാണ് പൊയ്യയിൽ ഉൾപ്പെടുന്ന പഞ്ചായത്തുകൾക്ക് വേണ്ടി ലഭിക്കുന്നത്. അപ്പോൾ അവിടെ നിന്നും വലിയ കുടിവെള്ളക്ഷാമം അനുഭവിക്കപ്പെടുന്നുണ്ട്. ഇവിടെ ഒരു പുതിയ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് വരികയും അതിൻ്റെ ഭാഗമായി പുതിയ സംവിധാനം കടന്നു വരികയും ചെയ്താൽ ആ 26 MLD പ്ലാന്റിൻ്റെ ശേഷി കൂട്ടാതെ തന്നെ അത് അവിടെയുള്ള ഗ്രാമപഞ്ചായത്തുകൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി കഴിയുന്ന സാഹചര്യം ഉണ്ടാകും. ഇനി നമുക്കൊരു അവസരം കിട്ടിയാൽ ഈ നിയോജകമണ്ഡലത്തിനകത്ത് എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ള ചോദ്യവും പലരായി ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മാള ഒരു ചെറിയ പഞ്ചായത്താണ്. തൃശ്ശൂർ ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ കോഴ്സുകൾ പഠിപ്പിക്കുന്ന ഏറ്റവും കൂടുതൽ കോളേജുകളുള്ള ഒരു പഞ്ചായത്ത് കൂടിയാണ്. അപ്പോൾ ഇത്തരത്തിൽ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു ഹബ്ബായി മാറാൻ സാധിക്കുന്ന ഒരു പ്രദേശമാണ് നമ്മുടേത്. അപ്പോൾ അതിൻ്റെ ഒരു ഏറ്റവും അഗ്രസീവ് വേർഷനെ പറ്റിയിട്ടാണ് ഞാൻ പറയുന്നത്. മറ്റേ ചെറിയ സ്ഥാപനങ്ങൾ കൊണ്ടുവരുന്നതിനെ സംബന്ധിച്ചിട്ടല്ല. ഇന്ന് ഒരു കാലഘട്ടം മുഴുവൻ കേരളത്തിലെ വിദ്യാർത്ഥികൾ സിവിൽ സർവീസ് ആഗ്രഹമുള്ള ആളുകളൊക്കെ ഡൽഹിയിലേക്കാണ് ട്രെയിൻ കയറി പോയിരുന്നെങ്കിൽ ഇന്ന് അവർ തിരുവനന്തപുരത്തേക്ക് പോകുന്ന സാഹചര്യമാണുള്ളത്. ഇന്ന് അതിൽ നിന്ന് വ്യത്യസ്തമായി പെരിന്തൽമണ്ണയിൽ ഒരു സ്ഥാപനമുണ്ട്. അത് നജീബ് കാന്തപുരം MLA കൊണ്ടുവന്ന അവിടെ ഒരു സിവിൽ സർവീസ് അക്കാഡമിയാണ്. അദ്ദേഹമായി സംസാരിച്ച ഘട്ടത്തിലും അതോടൊപ്പം തന്നെ അതിനെപ്പറ്റി കേട്ട ഘട്ടത്തിലൊക്കെ തോന്നിയിട്ടുള്ളതാണ്, ഒരവസരം കിട്ടിയാൽ കൊടുങ്ങല്ലൂർ നിയമസഭാ മണ്ഡലത്തിനകത്ത് കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ്റെ നാമധേയത്തിൽ ഈ നിയമസഭാ മണ്ഡലത്തിനകത്ത് ഒരു സിവിൽ സർവീസ് അക്കാഡമി കൊണ്ടുവരണമെന്നുള്ളത്, അതിലേക്ക് പഠിക്കാൻ വേണ്ടി കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ കടന്നു വരണമെന്നുള്ളത്, വളരെ സാധാരണമായ ഒരു ജീവിത പശ്ചാത്തലത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് ഏറ്റവും ഉന്നതമായ ഒരു വിദ്യാഭ്യാസ സ്വപ്നം, ഒരു വിദ്യാർത്ഥിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വപ്നം എന്തെന്ന് ചോദിച്ചാൽ ഏറ്റവും ഹയസ്റ്റ് പീക്കിൽ അവർ പറയുന്ന ഒന്ന് സിവിൽ സർവീസ് നേടുക എന്നുള്ളതാണ്, അല്ലേ? അങ്ങനെയുള്ള ഒരു സ്വപ്നമാണ് എല്ലാവരും പങ്കുവയ്ക്കുക. അങ്ങനെ ഒരു സ്ഥാപനമെങ്കിലും നമ്മുടെ നിയമസഭാ മണ്ഡലത്തിനകത്ത് കൊണ്ടുവരാൻ കഴിയുന്ന ഒരു പ്രവർത്തനം അടുത്ത 5 വർഷ കാലഘട്ടത്തിനിടയിൽ നമ്മുടെ നിയോജകമണ്ഡലത്തിനകത്ത് പ്രാവർത്തികമാക്കും എന്നത് കൂടി ഇവിടെ സൂചിപ്പിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. ഏറ്റവും കൂടുതൽ ആളുകളെ സംബന്ധിച്ച് തൊഴിൽ നൽകിയിട്ടുള്ള ഒരാളാണെന്ന് ചോദിച്ചാൽ അത് ലീഡറാണ്. കുഴൂരിലെ കോഴിത്തീറ്റ ഫാക്ടറി കൊണ്ടുവരുന്നത് തൊഴിൽ സംരംഭവുമായി ബന്ധപ്പെട്ടാണ്. പൊയ്യയിലെ പുത്തഞ്ചിറയിലെ സ്പിന്നിംഗ് മില്ല് കൊണ്ടുവരുന്നത് ഒരു തൊഴിൽ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടാണ്. കല്ലേറ്റിങ്കരയിലെ കേരള ഫീഡ്സ് കൊണ്ടുവരുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ്. അന്നമനടയിലെ കെൽട്രോണിൻ്റെ സ്ഥാപനം കൊണ്ടുവരുന്നത്. ഇതെല്ലാം തന്നെ തൻ്റെ നിയോജകമണ്ഡലത്തിലെ ജനങ്ങൾക്ക് ഒരു തൊഴിൽ സംരംഭവുമായി ബന്ധപ്പെട്ട് കണക്റ്റഡായി നിൽക്കണമെന്നും അവർക്കെല്ലാം ജോലി കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ പ്രദേശത്തിൻ്റെ നമ്മുടെ നിയമസഭാ മണ്ഡലത്തിനകത്ത് ഒരുപാട് തൊഴിൽ സംസ്കാരത്തിന് നേതൃത്വം കൊടുത്ത ലീഡർ ശ്രീ കെ കരുണാകരൻ്റെ നാമധേയത്തിൽ നമ്മുടെ മാളയിലെയും കൊടുങ്ങല്ലൂരിൻ്റെയും വികസന ചരിത്രത്തിലേക്ക് പുതിയൊരു സംരംഭം എന്ന നിലയ്ക്ക് ലീഡർ ശ്രീ കെ കരുണാകരൻ്റെ നാമധേയത്തിൽ ലീഡർ ശ്രീ കെ കരുണാകരൻ സ്മാരക തൊഴിൽ നൈപുണ്യ കേന്ദ്രം നമ്മുടെ മണ്ഡലത്തിൽ യാഥാർത്ഥ്യമാക്കും എന്നുള്ളത് നമ്മുടെ പ്രധാനപ്പെട്ട ഒരു വാഗ്ദാനമാണ്. ഈ മാളയിലും കൊടുങ്ങല്ലൂരിൻ്റെയും ഒക്കെ പരിസര പ്രദേശങ്ങളിലുള്ള ഏറ്റവും വളരെ പിന്നോക്കം നിൽക്കുന്ന സ്ഥലങ്ങളിൽ പോലും എത്രയെത്ര സ്ഥാപനങ്ങളാണുള്ളത് എന്നുള്ളതിനെ സംബന്ധിച്ചു എന്തുകൊണ്ട് പുതിയ സംരംഭങ്ങൾ വരുന്നില്ല എന്ന് ചോദിച്ചാൽ, എല്ലാവരും സർക്കാർ ജോലി ആഗ്രഹിച്ച് നിൽക്കുന്നതിനപ്പുറത്തേക്ക്, എല്ലാവരും ഏതെങ്കിലും ഒരു തൊഴിൽശാലയിൽ പോയി തൊഴിലെടുക്കുന്ന എന്നുള്ളൊരു കൺസെപ്റ്റിനപ്പുറത്തേക്ക് നമ്മളെല്ലാം സംരംഭകരാവുകയും നമ്മളെല്ലാം തൊഴിൽദാതാക്കളാവുകയും ചെയ്യുന്ന ഒരു കാഴ്ചപ്പാടിലേക്ക് മാറിയാൽ മാത്രമാണ് നമ്മുടെ പ്രദേശത്ത് വികസനം കൊണ്ടുവരാൻ വേണ്ടി സാധിക്കുക. അപ്പോൾ അങ്ങനെ ആരെങ്കിലും ഒരു തൊഴിൽ സംരംഭത്തിലേക്ക് കടന്നു വരുന്ന ഘട്ടത്തിൽ അവരെല്ലാം അനുഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അത് തുടങ്ങാനുള്ള പ്രയാസമാണ്, അതിൻ്റെ നിയമക്കുരുക്കുകളാണ്. അതിനേക്കാൾ ഉപരി വരുന്നത് സ്വാഭാവികമായും പരിസര പ്രദേശങ്ങളിലുള്ള ആളുകളുടെ ഭാഗത്തുണ്ടാകുന്ന എതിർപ്പുകളാണ്. അപ്പോൾ അത്തരം എതിർപ്പുകളൊക്കെ കുറച്ച് അവർക്ക് എളുപ്പത്തിലൊരു സംരംഭം ആരംഭിക്കാൻ സാധിക്കുന്ന ഒരു ഇടമെങ്കിലും നമ്മുടെ പ്രദേശത്തുണ്ടെങ്കിൽ ആദ്യഘട്ടത്തിൽ അവർ ആരംഭിക്കുക എന്നുള്ളതാണ്. അത് ആരംഭിച്ച് അവർക്ക് ലാഭകരമായ രീതിയിലേക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്ന ഘട്ടമുണ്ടായാൽ അവർ അതിനേക്കാൾ വലിയ സൗകര്യങ്ങളുള്ള പ്രദേശത്തേക്ക് സ്വാഭാവികമായി അവർ മാറിപ്പോകും. പക്ഷേ നമ്മുടെ നാട്ടിലാണ് ആ പ്രവർത്തനത്തിന് അതിൻ്റെ ഒരു സംരംഭത്തിൻ്റെ തുടക്കം കുറിച്ചത് എന്ന അഭിമാനത്തോടു കൂടി നമുക്ക് പറയാൻ കഴിയുന്ന ഒരു മിനി വ്യവസായ പാർക്ക് നമ്മുടെ നിയമസഭാ മണ്ഡലത്തിനകത്ത് ഉണ്ടായിട്ടില്ല. അത് കൊണ്ടുവരിക എന്നുള്ളത് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു
ഉത്തരവാദിത്തമായി നമ്മൾ ഈ നാട്ടിലെ ചെറുകിട സംരംഭകർക്കും അതോടൊപ്പം തന്നെ ചെറുകിട സംരംഭത്തിൻ്റെ ആശയങ്ങളുമായി കടന്നു വരുന്ന ആളുകൾക്കും വേണ്ടി നാലാമത്തെ ഒരു വിപ്ലവ പ്രവർത്തനമായി നമ്മളിവിടെ പറയാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. 2 പേരാണ് മാളയുടെ പേര് ലോകം മുഴുവൻ പ്രശസ്തരാക്കിയത്. അതൊന്ന് ലീഡർ ശ്രീ കെ കരുണാകരനാണ്. അതുപോലെ തന്നെ മാള എന്ന പേര് തൻ്റെ പേരിൻ്റെ മുമ്പിൽ ചേർത്ത ഒരു കലാകാരനും മാളക്കകത്തുണ്ടായിരുന്നു. ഏറ്റവും പ്രശസ്തനായിരുന്ന അല്ലെങ്കിൽ ഏറ്റവും പ്രമുഖനായിരുന്ന ശ്രീ മാള അരവിന്ദന് അദ്ദേഹത്തിന് മരണപ്പെട്ടതിന് ശേഷം അദ്ദേഹം അർഹിക്കുന്ന രീതിയിലുള്ള ഒരു സ്മാരകം നമ്മുടെ പ്രദേശത്തുണ്ടായിട്ടില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട ശ്രീ മാള അരവിന്ദന് അദ്ദേഹത്തിൻ്റെ പേരിൽ തന്നെ മാള അരവിന്ദൻ സ്മാരക സാംസ്കാരിക കേന്ദ്രം എന്നത് യാഥാർത്ഥ്യമാക്കുക എന്നുള്ളത് നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമായി നമ്മളിവിടെ പ്രഖ്യാപിക്കുകയാണ്. ഇന്ന് അദ്ദേഹത്തിൻ്റെ സ്മാരകം നിലനിൽക്കുന്നത് മാളക്കുളത്തിനോട് ചേർന്ന് ഒരു ചെറിയ 2 ബെഞ്ചും പിന്നെ 2 കസേരകളും ഇട്ടുവെച്ചിട്ടുള്ള ഒരു ചെറിയ പാർക്ക് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു ഇരിപ്പിടമുണ്ട്. അങ്ങനെ ഒരു ഇരിപ്പിടത്തിലോ അങ്ങനെ ഒരു പൊതുവഴിയിലോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്ഥലത്ത് അറിയപ്പെടേണ്ട ഒരു പേരല്ല മാളയെ സംബന്ധിച്ച് മാള അരവിന്ദൻ എന്ന് പറയുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ മാള അരവിന്ദൻ എന്ന മഹാനായ കലാകാരൻ ലോകത്തിന് പകർന്നു നൽകിയ ആ ചിരിയും കലയും വരും തലമുറയ്ക്ക് കൂടി പകർന്നു നൽകാൻ ഈ കേന്ദ്രം സഹായകരമാകും. മാളയിലെയും കൊടുങ്ങല്ലൂരിലെയും അതോടൊപ്പം തന്നെ വെള്ളാങ്കല്ലൂരിലെയും പുത്തഞ്ചിറയിലെയും കുഴൂരിലെയും പൊയ്യയിലെയും അന്നമനടയിലെയും കലാപരമായ കഴിവുകളുള്ള വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ചെറുപ്പക്കാരെ സംബന്ധിച്ച് അവർക്കൊരു പ്രോത്സാഹനമാകുന്ന രീതിയിലേക്കുള്ള ഒരു പ്രവർത്തനമായി കലാ സാംസ്കാരിക കേന്ദ്രത്തിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു പദ്ധതി UDFൻ്റെ ഒരു അവസരം കടന്നു വന്നാൽ നമുക്ക് ഈ നിയമസഭാ മണ്ഡലത്തിനകത്ത് യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി സാധിക്കും എന്നതുകൂടി ഇവിടെ സൂചിപ്പിക്കുകയാണ്. ഞാൻ 1-2 കാര്യങ്ങൾ കൂടി വേറെ കൂടി പറയുകയാണ്. UDFൻ്റെ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ള ഒന്നാണ് ഇന്ദിരാ ഗ്യാരണ്ടി എന്ന് പറയുന്ന ഒരു പദ്ധതി നമ്മുടെ സംസ്ഥാനത്തിനകത്ത് പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട്. ആ പ്രഖ്യാപനം കൂടി നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രചരണ പരിപാടിയുടെ ഭാഗമായിട്ടുള്ളതാണ്. അതിലൊന്ന് കോളേജ് വിദ്യാർത്ഥിനികൾക്ക് പ്രതിമാസം 1000 രൂപ ധനസഹായം നൽകുമെന്നുള്ളതാണ്. അതൊരു വുമൺ എംപവർമെൻറ്റിൻ്റെ കൂടി ഭാഗമാണ്. വിദ്യാർത്ഥിനികളായിട്ടുള്ള വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അവരുടെ സാമ്പത്തികമായ പരാധീനതകൾ കൊണ്ടോ പ്രയാസങ്ങൾ കൊണ്ടോ അവരുടെ വിദ്യാഭ്യാസം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല എങ്കിൽ അത്തരം ഒരു ഘട്ടമുണ്ടെങ്കിൽ അവരുടെ ജീവിതത്തിനകത്ത് അവരുടെ വിദ്യാഭ്യാസ സ്വപ്നങ്ങൾ പൂർത്തീകരിക്കാൻ സർക്കാർ ഇടപെടും എന്ന ഒരു സന്ദേശം നൽകിക്കൊണ്ടാണ് കോളേജ് വിദ്യാർത്ഥിനികൾക്ക് പ്രതിമാസം 1000 രൂപ ധനസഹായം പ്രഖ്യാപിക്കുന്ന ഒരു പദ്ധതി ഇന്ദിരാ ഗ്യാരണ്ടി എന്ന പേരിൽ UDFൻ്റെ പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രഖ്യാപനമാണ് KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യമായ യാത്ര അനുവദിക്കുമെന്നുള്ളൊരു പ്രഖ്യാപനം. സ്ത്രീകളെ സംബന്ധിച്ച് ഇന്ന് ബസ്സുകളിൽ യാത്ര ചെയ്യുന്ന ആളുകളുടെ എണ്ണമൊക്കെ ഇന്ന് പഴയതൊന്നും വളരെ കുറവാണ് എന്നൊക്കെ പറയാമെങ്കിൽ കൂടി എല്ലാവരും ഇരുചക്ര വാഹനങ്ങളുള്ള ആളുകളല്ല, എല്ലാവരും കാറുള്ള ആളുകളല്ല. എല്ലാവരെ സംബന്ധിച്ചും ഈ യാത്രകൾക്കിടയിൽ നിത്യേന തൊഴിലിന് പോയി വരുന്ന ആളുകളെ സംബന്ധിച്ച് ചെറിയ വരുമാനത്തിൻ്റെ ഭാഗമായ തൊഴിൽ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് അവർക്ക് ഇന്നത്തെ ബസ് ചാർജ് വർധനവൊക്കെ ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ്. അവരൊരു മാസത്തെ പണം ഇങ്ങനെ കൂട്ടി നോക്കുമ്പോൾ ഒരു മാസം അവരുടെ പോക്കറ്റിൽ നിന്ന് പോകുന്ന ഈ പണം എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് വളരെ പ്രയാസപ്പെട്ട ഒന്നാണ്. അപ്പോൾ അർഹതപ്പെട്ട ആളുകളെ സംബന്ധിച്ച് സ്ത്രീകൾക്ക് KSRTC ബസ്സുകളിൽ സൗജന്യ യാത്ര, മുതിർന്ന പൗരന്മാർക്കായി സംസ്ഥാനത്തിനകത്ത് ആദ്യമായിട്ടാണ് മുതിർന്ന പൗരന്മാർക്കായി വയോജനങ്ങൾക്കായി ഒരു പ്രത്യേക വകുപ്പ് തന്നെ രൂപീകരിക്കുമെന്നുള്ളൊരു പ്രഖ്യാപനം UDFൻ്റെ ഭാഗത്തുനിന്ന് കടന്നു വന്നിട്ടുള്ളത്. അതോടൊപ്പം ക്ഷേമ പെൻഷൻ എല്ലാ കാലഘട്ടത്തിലും തെരഞ്ഞെടുപ്പ് സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചയാവുന്ന ഒന്നാണ്. ഭരണം കിട്ടിയാൽ ക്ഷേമ പെൻഷൻ 3000 രൂപയാക്കി വർദ്ധിപ്പിക്കുമെന്നുള്ളതാണ് ഐക്യജനാധിപത്യ മുന്നണിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രഖ്യാപനം. അതോടൊപ്പം തന്നെ കേരളത്തിലെ പാവപ്പെട്ട ജനങ്ങളുടെ പടത്തലവനായിരുന്ന ശ്രീ ഉമ്മൻചാണ്ടി, സാധാരണക്കാരന് ഏത് സമയവും പ്രാപ്യമായിരുന്ന, ഏത് സമയവും അവൻ്റെ പരാതികളും പ്രയാസങ്ങളും പറയാൻ സാധിക്കുമായിരുന്ന മുഖ്യമന്ത്രിയായിരുന്ന പ്രിയപ്പെട്ട ശ്രീ ഉമ്മൻചാണ്ടിയുടെ പേരിൽ 25 ലക്ഷം രൂപയുടെ ആരോഗ്യ സുരക്ഷാ പദ്ധതി. സാധാരണക്കാരനൊരു അസുഖം വന്നാൽ അവൻ എവിടെ പോയി ചികിത്സിക്കും? സർക്കാർ ആശുപത്രിയിൽ പോയാൽ കോട്ടയത്തെ പിന്നെ ഉഷയുടെ അവസ്ഥ വരും, അല്ലെങ്കിൽ കൊല്ലത്തെ വേണുവിൻ്റെ അവസ്ഥ വരും. ഈ തരത്തിലാണ് നമ്മുടെ അവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ ജനങ്ങളെ സംബന്ധിച്ച് അവർക്ക് ഒരു ആരോഗ്യ പരിരക്ഷ കൊടുക്കണം, അതിനൊരു ആരോഗ്യ ഇൻഷുറൻസ് നടപ്പിലാക്കണം. അതിൻ്റെ ഭാഗമായിട്ടാണ് ഉമ്മൻചാണ്ടിയുടെ പേരിൽ 25 ലക്ഷം രൂപയുടെ ആരോഗ്യ സുരക്ഷാ പദ്ധതി സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് പ്രഖ്യാപിക്കപ്പെടുന്നത്. അതോടൊപ്പം യുവാക്കൾക്ക് സംരംഭം തുടങ്ങാൻ വേണ്ടി 5 ലക്ഷം രൂപ പലിശ രഹിത വായ്പ, അത് കേരളത്തിനകത്ത് വരാനിരിക്കുന്ന സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള പദ്ധതിയാണ്. ഈ പദ്ധതികളെല്ലാം തന്നെ നടപ്പിലാക്കാൻ കഴിയുന്നതും വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ യാഥാർത്ഥ്യമാക്കാൻ സാധിക്കുന്നതുമായ പദ്ധതികളാണ്. ഞാൻ ഈ പദ്ധതികളെ പറ്റി പറഞ്ഞുകൊണ്ട് കൂടി അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിൽ കേരളത്തിൻ്റെ വികസന കാഴ്ചപ്പാടിൽ ഐക്യജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചുള്ള വികസന കാഴ്ചപ്പാടുകളും ആ വികസന കാഴ്ചപ്പാടുകളോട് കൂട്ടി ചേർത്ത് വയ്ക്കപ്പെടേണ്ടതുമായ നമ്മളിൽ നിന്ന് ശേഖരിക്കപ്പെടുന്ന പദ്ധതികളിലെ കൂടി ഒരു പ്രാവർത്തികമാക്കപ്പെടുന്ന ഒരു 5 വർഷക്കാലമാണ് നമ്മൾ ഈ നാട്ടിലെ ജനങ്ങളോട് അഭ്യർത്ഥിക്കുന്നത്. കഴിഞ്ഞ 10 വർഷത്തെ സംബന്ധിച്ച് നമുക്കങ്ങനെ അവകാശപ്പെടാൻ വേണ്ടി കഴിയില്ല. നമുക്ക് വികസന പ്രവർത്തനങ്ങൾ പലതും നമുക്ക് ബോധ്യപ്പെട്ടിട്ടില്ല. നമുക്കൊന്നും തൊട്ടുനോക്കാൻ കഴിയുന്ന, പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ ഭാഷയിൽ പറഞ്ഞാൽ തൊട്ടുനോക്കാൻ കഴിയുന്ന ഒരു വികസനവും നമ്മുടെ കഴിഞ്ഞ 10 വർഷ കാലഘട്ടത്തെ സംബന്ധിച്ച് ഉണ്ടായിട്ടില്ല. പുതിയതായൊരു പദ്ധതി വന്നില്ല. 10 ആൾക്ക് ജോലി കൊടുക്കുന്നൊരു പദ്ധതി ഉണ്ടായില്ല. എന്നാൽ കൂടി കിഫ്ബിയുടെ പേരിൽ വ്യാപകമായി കടമെടുപ്പുണ്ടായി. ആ കടമെടുപ്പിൻ്റെ ഭാഗമായി 1,10,10,000 കോടി രൂപയുടെ വികസനം കേരളത്തിൽ നടപ്പിലാക്കി എന്നുള്ളതാണ്
ഇവർ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ 1,10,10,000 കോടി രൂപയുടെ വികസനം കേരളത്തിനകത്ത് നടപ്പിലാക്കിയെങ്കിൽ ഓരോ നിയോജകമണ്ഡലത്തിനകത്തും അതിൻ്റെ ആനുപാതികമായ ഒരു ഷെയർ ലഭിക്കണമെങ്കിലും ഈ 1,10,10,000 കോടി രൂപയുടെ വികസനം നടപ്പിലാക്കിയിരുന്നെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു 785 കോടി രൂപയുടെ വികസനമെങ്കിലും നമ്മുടെ നിയമസഭാ മണ്ഡലത്തിനകത്ത് നടപ്പാക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. ആ 785 കോടി രൂപ എപ്പോഴെങ്കിലും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ടോ? അതിൻ്റെ ഒരു വികസനം നമുക്ക് എവിടെയെങ്കിലും കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ടോ? 1,100 കോടി രൂപയുടെ വികസന പ്രവർത്തനം നടത്തി എന്നൊരു നോട്ടീസ് ഇവിടെ പ്രചരിക്കുന്നുണ്ട്. ആ നോട്ടീസിൻ്റെ കൂടി പണമെടുത്ത് കൂട്ടിയാൽ പോലും 1,100 കോടി രൂപയുടെ അല്ല 100 കോടി രൂപയുടെ വികസന പ്രവർത്തനം പോലും ഈ നിയമസഭാ മണ്ഡലത്തിനകത്ത് കഴിഞ്ഞ 10 വർഷക്കാലം കൊണ്ട് പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. ബഡ്ജറ്റിൽ വീണ്ടും വീണ്ടും ആവർത്തിക്കും. 9 തവണ ഒരു പദ്ധതി 100 രൂപയുടെ ടോക്കൺ അടച്ച് 9 തവണ റിപ്പീറ്റഡായി വീണ്ടും 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 ആവർത്തിച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിക്കും. 5 വർഷക്കാലം കൊണ്ട് പൂർത്തീകരിക്കപ്പെടേണ്ടതായ വികസന പ്രവർത്തനങ്ങളെ സംബന്ധിച്ചിട്ടാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ പ്രവർത്തനങ്ങളെല്ലാം പൂർത്തീകരിക്കപ്പെടുമ്പോൾ അതിനോടൊപ്പം തന്നെ നിങ്ങളിൽ നിന്ന് പങ്കുവയ്ക്കപ്പെടുന്ന ആശയങ്ങളുടെ കൂടി അടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെടുന്ന ഒരു 5 വർഷത്തെ കർമ്മ പദ്ധതി, ആ പദ്ധതികൾ പൂർത്തീകരിക്കപ്പെടുമ്പോൾ പുതിയ ഒരു കൊടുങ്ങല്ലൂർ നമുക്ക് സൃഷ്ടിക്കാൻ വേണ്ടി സാധിക്കും. പുതിയ ഒരു കൊടുങ്ങല്ലൂരിൻ്റെ മാറ്റത്തിന് വേണ്ടി നമുക്ക് കൈകോർക്കാം. പുതിയൊരു കൊടുങ്ങല്ലൂരിൻ്റെ മാറ്റത്തിന് വേണ്ടി ഒരു കൂട്ടായ്മയോടുകൂടി നമുക്ക് മുന്നോട്ട് പോകാം. ഈ നിയമസഭാ മണ്ഡലത്തിലെ ജനങ്ങൾ അനുവദിച്ചാൽ പുതിയ ഒരു കൊടുങ്ങല്ലൂരിനായിട്ടുള്ള ഒരു പ്രവർത്തനം, ആ പ്രവർത്തനത്തിൽ നമുക്കെല്ലാവർക്കും ഒത്തൊരുമിച്ച് മുന്നോട്ട് പോകാം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇത്രയും സമയം ദീർഘമായി തന്നെ ഈ കാര്യങ്ങളെല്ലാം അവതരിപ്പിക്കുന്ന ഘട്ടത്തിൽ ഇതെല്ലാം തന്നെ വളരെ ശ്രദ്ധയോടുകൂടി കേട്ടിരുന്ന ഏറെ പ്രിയങ്കരായ എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. കൊടുങ്ങല്ലൂരിലെ താലൂക്ക് ഹെഡ് ക്വാർട്ടേഴ്സ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ 1000 മുതൽ 2000 വരെ പേഷ്യൻസ് ഒരു ദിവസം വരുന്ന ഇതാണ്. അത് ഒരു കെട്ടിടം പണിതെങ്കിലും കൂടി അത് മുഴുവനും ഇതുവരെ ഉപയോഗപ്പെടുത്താൻ പറ്റില്ല കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റിയും. അപ്പോൾ പൊതുവിദ്യാഭ്യാസ രംഗത്തുള്ള കുട്ടികൾ അവർക്ക് മത്സര പരീക്ഷകളെ ഫേസ് ചെയ്യാനുള്ള ഒരു സാഹചര്യം പഞ്ചായത്ത് തലത്തിൽ ചെയ്യുമോ? വേസ്റ്റ് മാനേജ്മെൻ്റ് ആണ് നമ്മുടെ നിയോജക മണ്ഡലം അല്ലെങ്കിൽ നമ്മുടെ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. ഓരോ പഞ്ചായത്തിൻ്റെ തനത് ഫണ്ടിൽ നിന്ന് 25 ലക്ഷം രൂപയാണ് ഓരോ വേസ്റ്റ് മാനേജ്മെൻറ്റിനും നമ്മളിപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അതിനൊരു ശാശ്വത പരിഹാരം ഇപ്പം തന്നെ നമുക്കറിയാം. ക്ലീൻ കേരളയുടെ ഭാഗമായി തന്നെ ഹരിതകർമ്മസേനയുണ്ട്. പക്ഷേ അവർ റോഡിലുള്ള പാഴ്വസ്തുക്കളൊന്നും നീക്കം ചെയ്യുന്നില്ല. അതിന് MLA വന്നാൽ ഒരു സ്കാവഞ്ചേഴ്സിനെ ഉൾപ്പെടുത്തി നമ്മുടെ ഒരു വണ്ടി കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് അത് നീക്കം ചെയ്യുന്ന ഒരു പരിഹാരം ഉണ്ടാകണമെന്ന് ഒരു നിർദ്ദേശമുണ്ട്. നമ്മളുടെ പൊതുഗതാഗത സംവിധാനത്തിൻ്റെ ഏറ്റവും അത്യാവശ്യമായ ഈ തീരദേശ റെയിൽവേ ഇടപ്പള്ളിയിൽ നിന്ന് ആരംഭിച്ച് ഗുരുവായൂർ ലിങ്ക് ചെയ്തു പോകുന്ന ഒരു നിർദ്ദേശം, അത് പരിഗണിക്കാവുന്ന വിഷയമാണോ? കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റിയിലെ മഴവെള്ളം ഒഴുകിപ്പോകുന്നതിനുള്ള ഒരു പദ്ധതി കാലങ്ങളായി പറഞ്ഞു കേട്ടുവെങ്കിലും അതിൻ്റെ പഠനം നടത്തിയാലല്ലാതെ കാര്യമായ പുരോഗതി ഉണ്ടായിട്ടില്ല. ആ പദ്ധതി നടപ്പാക്കാൻ ശ്രമിക്കേണ്ടതാണ്. മുസ്ലിസ് പൈതൃക പദ്ധതി എന്ന നിലയിൽ സൗന്ദര്യവൽക്കരണം നടത്താമെന്ന് അന്ന് പറഞ്ഞുവെങ്കിലും ഒരു കാര്യവും പുരോഗമിച്ചിട്ടില്ല. ഒരു വിദേശി വന്ന് കാണുന്ന തരത്തിലുള്ള ഒരു നഗരമായി ഇതിനെ സൗന്ദര്യവൽക്കരണം നടത്താനുള്ള ശ്രമം വേണം. ജനങ്ങളുടെ ആരോഗ്യമാണ് സ്പോർട്സ് ഉണ്ടെങ്കിൽ മറ്റൊരു ഗുണം കൂടിയുണ്ട്. ഇവിടെയുള്ള മയക്കുമരുന്നും എല്ലാം ഒരു വഴി കുറഞ്ഞു കിട്ടും. അപ്പോൾ അതുകൊണ്ട് വലിയ സ്റ്റേഡിയം ഒന്നും വേണ്ട, 400 മീറ്ററിൻ്റെ 8 ലൈനുള്ള ട്രാക്കും അതിൻ്റെ ഉള്ളൊരു ഫുട്ബോൾ കോർട്ടും നമുക്ക് ഉണ്ടാക്കാവുന്ന ഒരു സാഹചര്യം ഗേലോ ഇന്ത്യയായിട്ട് ഇടപെട്ട് ചെയ്യാൻ സാധിക്കും. അത് നടത്തണം. നമുക്കൊരു 6:30 കഴിഞ്ഞതിന് ശേഷമുള്ള ബസ് സർവീസസ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. ദൂരത്ത് നിന്ന് ജോലി കഴിഞ്ഞ് വരുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു ബസ് സർവീസസ് നമുക്ക് അവിടെ നിന്ന് കിട്ടാറില്ല. അപ്പോൾ അത് ഇത്തിരി കൂടെ ഒന്ന് ഡെവലപ്പ് ചെയ്ത് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റണം. അതായത് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡും നമ്മളുടെ KSRTC ബസ് സ്റ്റാൻഡും കൂടിയിട്ട് ഇൻ്റഗ്രേറ്റഡ് ആയിട്ട് നമുക്കൊന്ന് ചെയ്യാൻ പറ്റുവാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. AC ഇല്ലാത്ത വീട് വളരെ അപൂർവമാണ്, ഇവരെല്ലാം ഉണ്ടാവുന്നുള്ളൂ. അപ്പോൾ ഈ വോൾട്ടേജിൻ്റെ ക്ഷാമം ഭയങ്കരമായിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ സ്ഥാപനത്തിലെ പിള്ളേർ ഈ സമയത്തും അവർ ഫീസ് കെട്ടാൻ വേണ്ടി ഓടിക്കൊണ്ടിരിക്കുകയായിരിക്കുള്ളൂ. കാരണം നമുക്ക് കൂടുതൽ ട്രാൻസ്ഫോമറുകൾ സ്ഥാപിക്കുകയും നമ്മുടെ ഈ ലൈനുകൾ ഇപ്പോൾ ഈ പോകുന്ന കമ്പി, കാരണം ഞാൻ ട്രാക്കോ കേബിൾ കമ്പനിയിൽ ജോലി ചെയ്ത വ്യക്തിയാണെന്നല്ലോ, ആ കമ്പി മാറ്റിയിട്ട് അത് കേബിളുകളാക്കാനുള്ള സൗകര്യം ചെയ്യണം. ABC കേബിളുകളോ അല്ലെങ്കിൽ കവേർഡ് കണ്ടിട്ടും. പിന്നെ നമ്മുടെ മേത്തല സബ്സ്റ്റേഷൻ, അത് 33 kV സബ്സ്റ്റേഷനാണ്. അത് ഒരു 66 kV സബ്സ്റ്റേഷനാക്കി ഉയർത്താനുള്ള സൗകര്യം ചെയ്യണം. ഒരുപക്ഷെ കൊടുങ്ങല്ലൂരിലെ MLA 10 വർഷം ഉറങ്ങിയതുകൊണ്ട് ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്ന ആളുകളാണ് ഞങ്ങൾ പുല്ലൂറ്റുകാർ. അതിൽ ഒട്ടനവധി കാര്യങ്ങളാണ്, അതെല്ലാം നേരിട്ട് പറയാം. ഒറ്റ കാര്യം പറയുകയാണ്,
കൊടുങ്ങല്ലൂരിൽ അദ്ദേഹം ഫുട്ബോൾ കളിച്ച് വളർന്നിരുന്ന അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ നാമധേയത്തിലുള്ള പുല്ലൂറ്റ് വി കെ രാജൻ മെമ്മോറിയൽ ഹൈസ്കൂള്, അവിടെ ഞങ്ങളുടെ പതിറ്റാണ്ടുകളായിട്ടുള്ള ഒരു ആവശ്യമായിരുന്നു ഒരു മികച്ചൊരു കളിസ്ഥലം. നമുക്ക് കുടിവെള്ളം മുൻകാലങ്ങൾ ഉപയോഗിച്ചിരുന്ന ഒരുപാട് കിണറുകൾ നമ്മുടെ എല്ലാ പഞ്ചായത്തുകളിലുണ്ട്. അപ്പം നമ്മുടെ ഓരോ പഞ്ചായത്തുകളിലും ഉപയോഗിക്കാതെ കിടക്കുന്ന ഒരു 50 കിണർ വീതം നമ്മൾ കണ്ടെത്തിയാലേ, ഇപ്പം ഞങ്ങളുടെ മാള പ്രദേശങ്ങളിൽ നോക്കിയാൽ 6 പഞ്ചായത്തുകളിലായിട്ട് ഒരു 300 കിണറുകൾ നമ്മൾ നവീകരിക്കുകയാണെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് വെള്ളത്തിൻ്റെ ലഭ്യത അനുസരിച്ച് × 10, അപ്പോൾ ഒരു 3000 കുടുംബങ്ങൾക്ക് നമുക്കത് ഉപകാരപ്പെടും. തീരമേഖല ഉൾപ്പെടെ ഈ മേഖലയിൽ സാധാരണക്കാർ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ഒരു ആശുപത്രിയാണ് കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രി. നമ്മുടെ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ അവസാന ബജറ്റിൽ അത് ജനറൽ ആശുപത്രിയായിട്ട് പ്രഖ്യാപിച്ചിരുന്നു. പക്ഷെ പിന്നീട് വന്ന ഈ 10 വർഷക്കാലവും ആ ആശുപത്രിയെ ജനറൽ ആശുപത്രിയായിട്ട് ഉയർത്താനോ അവിടെ അന്ന് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് അനുവദിച്ച തുക കൊണ്ട് നിർമ്മിച്ച ആ 5 നില കെട്ടിടം അത് പൂർണ്ണമായും ഇവിടുത്തെ രോഗികൾക്ക് തുറന്നു കൊടുക്കാനോ കഴിയാത്തൊരവസ്ഥയുണ്ട്. ഞാൻ അടാക്ക് ഫിഷ് ഫാമിൽ വർക്ക് ചെയ്യുന്ന ഒരു തൊഴിലാളിയാണ്. അവിടെ ഒരുപാട് തൊഴിലവസരങ്ങളുണ്ട്. കഴിഞ്ഞ LDFൻ്റെ സർക്കാർ വന്നപ്പോൾ അവിടെ കുറേ ഇൻ്റർവ്യൂകൾ നടത്തി അവരെ ആൾക്കാരെ മാത്രം തിരഞ്ഞ് അവിടെ അപ്പോയിൻമെൻറ്റ് നടത്തുകയും ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ അവരെ മുഴുവനും പറഞ്ഞു വിട്ടിരിക്കുകയാണ്. എന്താ വെച്ചാൽ അവർക്ക് തന്നെ തോന്നുന്നു UDF വീണ്ടും ഭരണത്തിൽ വരുമെന്ന്. അവസാനമായി കുറച്ചധികം നിർദ്ദേശങ്ങളും അതോടൊപ്പം തന്നെ ചില ചോദ്യങ്ങളും വന്നു. അതിൽ ശ്രീ CS തിലകൻ ഇവിടെ പറഞ്ഞ വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിലാണെങ്കിൽ കൂടി ഏതാണ്ട് 10ഓളം സജഷൻസാണ് പറഞ്ഞത്. ഞാൻ എന്നെക്കൊണ്ട് എഴുതിയെടുക്കാൻ കഴിയുന്നത് കുറേയൊക്കെ എഴുതിയെടുത്തു. ഇവിടെ റെക്കോർഡറാണ്, അതുകൊണ്ട് തന്നെ ആ ആശയങ്ങളിൽ പലതും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. കോടതി സമുച്ചയത്തിൻ്റെ കാര്യം ഞാൻ കഴിഞ്ഞ ദിവസം നോമിനേഷൻ സമർപ്പണത്തിന് വേണ്ടി വന്നപ്പോൾ കോടതിയിൽ വോട്ടഭ്യർത്ഥിക്കാൻ വേണ്ടി കയറി. അപ്പോൾ ആ സമയത്ത് അവിടെ ബാർ അസോസിയേഷൻ്റെ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ചാലക്കുടിയിൽ ഇപ്പോൾ കോടതി സമുച്ചയം വന്നു, ഇരിങ്ങാലക്കുടയിൽ വന്നു, പിന്നെ മറ്റു പല സ്ഥലങ്ങളിലൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ കൊടുങ്ങല്ലൂർ സ്വാഭാവികമായും ഒരു പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ്. കൊടുങ്ങല്ലൂരിൽ ഒരു കോടതി സമുച്ചയം കൊണ്ടുവരാനുള്ള ഒരിടപെടൽ അത് പരിപൂർണമായും തിരഞ്ഞെടുക്കപ്പെട്ട ഒരു അവസരം ലഭിച്ചാൽ നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകും. ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് ചോദിച്ച ചോദ്യങ്ങളൊന്ന് താലൂക്ക് ആശുപത്രി സോമൻ മാഷ് സൂചിപ്പിച്ച ഒന്ന്, പിന്നെ ജനറൽ ഹോസ്പിറ്റലാക്കി ഉയർത്തണമെന്ന് പറഞ്ഞത്. ജനറൽ ഹോസ്പിറ്റലാക്കി ഉയർത്തുന്ന പ്രഖ്യാപനമല്ല നമുക്ക് ആവശ്യം, അതിൻ്റെ പുറകിൽ അതിന് വേണ്ടിയിട്ടല്ല നിലകൊള്ളുക. ജനറൽ ഹോസ്പിറ്റലാക്കി ഉയർത്തുമ്പോൾ ഒരു ജനറൽ ഹോസ്പിറ്റൽ ഉണ്ടാകേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും അവിടെ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുന്ന കാര്യത്തിന് വേണ്ടിയിട്ടായിരിക്കും അത് തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു അവസരം ഉണ്ടായാൽ നിലകൊള്ളുക എന്നത് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇവിടെ ഞങ്ങളിങ്ങോട്ട് പിന്നെ ഈ കോൺക്ലേവിന് വേണ്ടി കടന്നു വരുന്ന സമയത്ത് ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതലായ കുറേയേറെ പ്രയോറിറ്റി നൽകേണ്ടതായ കുറേയേറെ ആശയങ്ങൾ ഇവിടെ പങ്കുവയ്ക്കപ്പെട്ടു. ആ ആശയങ്ങളുടെ കൂടി ഒരു പിന്നെ കരുത്തോടു കൂടിയിട്ടുള്ള ഒരു പ്രവർത്തനം, പിന്നെ ഒരു പ്രചരണം നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകും. ഈ പറയപ്പെടുന്ന ഇവിടെ സൂചിപ്പിച്ച പല ആശയങ്ങളും നമ്മുടെ പ്രചരണ പരിപാടിയുടെ ഭാഗമായ പ്രകടന പത്രികയിൽ ഈ നിയോജകമണ്ഡലത്തിൻ്റെ ഭാഗമായി പ്രഖ്യാപിക്കപ്പെടുന്ന പ്രകടന പത്രികയിൽ കൂടി ഭാഗമായി ഉൾപ്പെടുത്തും എന്നതുകൂടി സൂചിപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. ഇതുവരെ സഹകരിച്ച എല്ലാവർക്കും, വിവിധ സെക്ടറുകളിൽ നിന്ന് ഈ പരിപാടിയിലേക്ക് കടന്നു വന്ന എല്ലാവർക്കും ആശംസകൾ അറിയിക്കുന്നു, നന്ദി അറിയിക്കുന്നു. ഒരു 4-5 ദിവസക്കാലത്തെ, ഒരു 10 ദിവസക്കാലത്തെ ഒരു യാത്ര നമ്മുടെ മുമ്പിൽ ഇനിയും അവശേഷിക്കുന്നുണ്ട്. അതിനുശേഷവും തുടർന്നും ഒരു യാത്ര നടത്തുവാനുള്ള ഒരവസരം ഈ നിയമസഭാ മണ്ഡലത്തിനകത്ത് ഉണ്ടാകാൻ, ഒരു അവസരം ഉണ്ടാക്കാനുള്ള പ്രവർത്തനം നിങ്ങളുടെ കൂടി ഭാഗത്തുനിന്നുണ്ടാകണം എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് ഇതുവരെയും കടന്നു വന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയാഭിവാദ്യങ്ങൾ നേരുന്നു. നന്ദി.